Hello all, welcome to M5 Learning app. Okay, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ടോപ്പിക് കോസ്റ്റ് ബുക്ക്, മൈനിങ് കമ്പനി, ഇറ്റ്സ് പ്രിപ്പറേഷൻ, ക്ലാസസ് ആൻഡ് ഒബ്ജക്ട്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ്. ഇതാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കോസ്റ്റ് ബുക്ക് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ 2 സംസ് ചെയ്യാം. അതിനുശേഷം മൈനിങ് കമ്പനി എന്താണ്, അതേപോലെ അതിൻ്റെ ഫീച്ചേഴ്സും 2 സംസും ചെയ്യാം. പിന്നെ അതിനുശേഷം കോസ്റ്റ് അക്കൗണ്ട്സിലോട്ട് പോവാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മീനിങ് ഓഫ് കോസ്റ്റ് ബുക്ക്, എന്താണ് കോസ്റ്റ് ബുക്ക് എന്നാണ്. ഓക്കെ, സോ എന്താണ് കോസ്റ്റ് ബുക്ക് എന്ന് വെച്ചാൽ, ആദ്യം കോസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ റെക്കോർഡാണ്. ഓക്കെ, എന്താണ് കോസ്റ്റ് ബുക്ക്? ആക്ച്വലി ഒരു ഫിനാൻഷ്യൽ റെക്കോർഡാണ് കോസ്റ്റ് ബുക്ക് എന്ന് വെച്ചാൽ. അതേപോലെ തന്നെ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ആണ്. അല്ലെങ്കിൽ സോ എവിടെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണ് എന്ത് യൂസ് ചെയ്യുക, ഈ കോസ്റ്റ് ബുക്ക് യൂസ് ചെയ്യുക. എന്തിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ടു റെക്കോർഡ് ചെയ്യാൻ, അതിനുശേഷം എന്തിനാ ക്ലാസിഫൈ ചെയ്യാൻ, അതിനുശേഷം കോസ്റ്റ് അനലൈസ് ചെയ്യാൻ. എന്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റ് അനലൈസ് ചെയ്യാനാണ്? പ്രൊഡക്ഷന്, ഓപ്പറേഷൻസ്, അതേപോലെ സർവീസസ്, ഇതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇതിലൂടെ ബിസിനസ്സിന് എത്ര എക്സ്പെൻസസ് ഉണ്ടെന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ബിസിനസ് എത്ര ഹെൽപ്പ് ഉണ്ടെന്ന് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും പ്രോഡക്റ്റിന്റെ കോസ്റ്റ് എത്രയാണെന്ന് കൂടെ എന്ത് ചെയ്യാൻ സാധിക്കും, ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കും. സോ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാനും ഡിസിഷൻ എടുക്കാനും സാധിക്കും. ഓക്കെ, സോ അപ്പോൾ എന്തൊക്കെയാണ് കോസ്റ്റ് ബുക്ക് എന്ന് വെച്ചാൽ, കോസ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ റെക്കോർഡാണ്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ആണ്. മനസ്സിലായോ? സോ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, കൂടുതലായിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണ് യൂസ് ചെയ്യുക ഈ കോസ്റ്റ് ബുക്ക്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എന്തിനാണ് ഈ കോസ്റ്റ് ബുക്ക് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, റെക്കോർഡ് ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും, എത്ര കോസ്റ്റാണ് ഒരു ബിസിനസ്സിൽ വന്നിരിക്കുന്നത് അത് ഫുള്ളായി അനലൈസ് ചെയ്യാനും. അതായത് ഇപ്പോൾ എന്തൊക്കെ പ്രൊഡക്ഷൻ വന്നിട്ട്, ഇപ്പോൾ ബിസിനസ് ആയി കഴിഞ്ഞാൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ. സോ പ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്തിട്ട് ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ്, സോ ഇതിലൂടെയൊക്കെ എന്താണ് ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എത്ര എക്സ്പെൻസ് ഉണ്ടെന്ന് ട്രാക്ക് ചെയ്യാനും, അതേപോലെ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യാനും, അതേപോലെ ഇതിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോസ്റ്റ് ബുക്ക് കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്താലും കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാനും ഡിസിഷൻ മേക്ക് ചെയ്യാനും സാധിക്കും. ഓക്കെ, സോ ഇതാണ് കോസ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഫീച്ചേഴ്സ് ഓഫ് കോസ്റ്റ് ബുക്ക് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, സോ ഫീച്ചേഴ്സ് ഓഫ് കോസ്റ്റ് ബുക്ക് എന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ആണ് എന്ത്, അതായത് സിസ്റ്റമാറ്റിക് റെക്കോർഡ് കീപ്പിംഗ് എന്നാണ് എന്തുള്ളത്, ഫീച്ചേഴ്സ് ഓഫ് കോസ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ആണ്, അതായത് സിസ്റ്റമാറ്റിക് റെക്കോർഡ് കീപ്പിംഗ് ആണ്. ഓക്കെ, അപ്പോൾ സിസ്റ്റമാറ്റിക് റെക്കോർഡ് കീപ്പിംഗ് എന്ന് വെച്ചാൽ എന്താ, അതായത് ഇറ്റ് റെക്കോർഡ്സ് ഓൾ കോസ്റ്റ് റിലേറ്റഡ്, അതായത് കോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ട്രക്ചേർഡ് മാനറിൽ എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതിലൂടെ നമ്മൾ എന്തെന്ന് ഉറപ്പ് വരുത്തണം, അക്യുറേറ്റ് ആണ്, അതേപോലെ എഫിഷ്യൻസി ആണ്, എന്ന് വെച്ചാൽ കറക്റ്റ് ആണ്, കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കാം. ഓക്കെ, എന്തിനാ ഈ കോസ്റ്റ് ബുക്ക് നമ്മൾ സിസ്റ്റമാറ്റിക്കലി പറഞ്ഞ എന്താണ്, ഒരു സെർട്ടൈൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അത് പ്രകാരമേ അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാം കീപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ സിസ്റ്റമാറ്റിക് റെക്കോർഡ് കീപ്പിംഗ് ഉദ്ദേശിക്കുന്നത് ഇവിടെ കോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ട് എല്ലാ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണം ഒരു സ്ട്രക്ചേർഡ് മാനറിൽ. ഇതിലൂടെ ഉറപ്പുവരുത്തണം അക്യുറേറ്റ് ആണ്, കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, എഫിഷ്യന്റ് ആണെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, അടുത്തതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആണ്. ആക്ച്വലി കോസ്റ്റ് ഡിഫറെന്റ് ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്. സോ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബെറ്റർ ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് കൺട്രോൾ ഓവർ എക്സ്പെൻസസ് ആണ്. സോ ഇതിലൂടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും മോണിറ്റർ ചെയ്യാനും, അതേപോലെ എക്സ്പെൻസസ് ഫുൾ ആയിട്ട് കൺട്രോൾ ചെയ്യാനും സാധിക്കും. സോ ഇതിലൂടെ അവർക്ക് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും, കോസ്റ്റ് വേരിയൻസ് എത്രയുണ്ട്. സോ ഇതിലൂടെ ഉറപ്പുവരുത്താൻ സാധിക്കും കോസ്റ്റ് എഫിഷ്യൻസി ആണ്, എന്ന് വെച്ചാൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പറ്റും. ഓക്കെ, കാരണം എന്താണ്, അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്, എവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, എക്സ്പെൻസ് ഫുള്ളായി കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര കോസ്റ്റ് വേരിയൻസ് ആണ് വരുന്നതെന്ന് ഉറപ്പുവരുത്താൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ടൂൾ എന്ന് വെച്ചാൽ, അതായത് കോസ്റ്റ് ബിഹേവിയർ ആൻഡ് പ്രോഫിറ്റബിലിറ്റി. ആക്ച്വലി ഇതിലൂടെ നമുക്ക് എന്ത്, കോസ്റ്റ് ബുക്കിലൂടെ ഇത്രയും അനലൈസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ കോസ്റ്റ് ബിഹേവിയറും അതിന്റെ പ്രോഫിറ്റബിലിറ്റി എത്രയുണ്ടെന്ന് അനലൈസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. പറഞ്ഞാൽ എന്താ,
ആക്ച്വലി ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് എന്തിനാ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനാണ്, അതേപോലെ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ, ഇതിലൂടെ ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ എക്സ്പെൻസ് ആണ് വരാൻ പോകുന്നത് ഇതൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രവചിക്കാൻ സാധിക്കും. ഫോർകാസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ പ്രവചിക്കുക. അടുത്തതാണ് കോസ്റ്റ് അലോക്കേഷൻ ആണ്. അപ്പൊ ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, അതായത് കോസ്റ്റ് വന്നിട്ട് അവർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, വേരിയസ് ഡിപ്പാർട്ട്മെന്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, ജോബില് പ്രോഡക്റ്റിലൊക്കെ. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അടുത്തതാണ് പെർഫോമൻസ് എവാലുവേഷൻ ആണ്. അപ്പോൾ ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് പെർഫോമൻസ് എന്ന് മൊത്തത്തിൽ അനലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും, കറക്റ്റീവ് ആയിട്ട് അതിനുള്ള മെഷേഴ്സ് അവർ ഇംപ്ലിമെന്റ് ചെയ്യും. ഇപ്പൊ അവർ ഓൾറെഡി ഒരു ടാർഗറ്റ്, ഇപ്പൊ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ ഇപ്പോൾ നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ആ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, കറക്റ്റീവ് ആക്ഷൻസ്, അതിന് എന്താണ് സൊല്യൂഷൻ, അപ്പൊ അതിന് കറക്റ്റീവ് ആക്ഷൻസ് അവരെന്ത് ചെയ്യും, ഇംപ്ലിമെന്റ് ചെയ്യും. മനസ്സിലായോ? സോ അതാ ഉദ്ദേശിക്കണം കേട്ടോ. ഇൻഡിപെൻഡന്റ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് വെച്ചാൽ ചില കേസിലൊക്കെ കോസ്റ്റ് ബുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഫിനാൻഷ്യൽ ബുക്കിൽ നിന്നും സെപ്പറേറ്റ് ആണ് കോസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇവർ കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം ആണ് എന്ത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തൊക്കെയാ മനസ്സിലാക്കണ്ടേ? സോ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് കോസ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ, സിസ്റ്റമാറ്റിക് റെക്കോർഡ് കീപ്പിംഗ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്, കൺട്രോൾ ഓവർ എക്സ്പെൻസസ്, ഡിസിഷൻ മേക്കിംഗ് ടൂൾ, ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, കോസ്റ്റ് അലോക്കേഷൻ, പെർഫോമൻസ് എവാലുവേഷൻ, ഇൻഡിപെൻഡന്റ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്. ഇത്രയും ഫീച്ചേഴ്സ് ഓഫ് കോസ്റ്റ് ബുക്ക് ആണ്. ഓക്കെ, ബാലൻ, അനു, ദേവിക ലേറ്റ് ആയോ ക്ലാസ്സിൽ കയറാൻ? ഞാനിപ്പം കോസ്റ്റ് ബുക്കും മീനിങ്ങും അതിന്റെ ഫീച്ചേഴ്സും ആണ് എടുത്തിരിക്കണേ, ഒന്ന് ലിസൺ ചെയ്തേക്കണേ. ഓക്കെ, സോ അതായത് അപ്പോൾ കോസ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫിനാൻഷ്യൽ റെക്കോർഡാണ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ആണ്. എന്തിനാ എവിടെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. എന്തിനൊക്കെ വേണ്ടിയിട്ടാന്ന് വെച്ചാൽ റെക്കോർഡ് ചെയ്യാൻ, ക്ലാസിഫൈ ചെയ്യാൻ, കോസ്റ്റ് അനലൈസ് ചെയ്യാൻ അല്ല, അതിന് വേണ്ടിയിട്ടാണ് ഈ കോസ്റ്റ് ബുക്ക് ഇവർ കീപ്പ് ചെയ്തിരിക്കണേ. ഇപ്പൊ ബിസിനസ്സിന് ഈ കോസ്റ്റ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ എക്സ്പെൻസ് എത്രയുണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അതേപോലെ തന്നെ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യാനും ഇതിലൂടെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും ഡിസിഷൻ മേക്കിംഗ് എടുക്കാനും സാധിക്കും. ഓക്കെ, ഇപ്പൊ ഫീച്ചേഴ്സ് ഓഫ് കോസ്റ്റ് ബുക്കാണ് സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് കീപ്പിംഗ് എന്ന് വെച്ചാൽ കോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഒരു സ്ട്രക്ചേർഡ് മാനറിൽ. ഇതിലൂടെ അക്യുറേറ്റ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാനും സാധിക്കും. അടുത്തത് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ കോസ്റ്റിന് ഡിഫറെന്റ് ടൈപ്സിലെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്. സോ ഇതിനായിട്ട് ബെറ്റർ ആയിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഫുള്ളായി അനലൈസ് ചെയ്യാൻ സാധിക്കും. അടുത്ത കൺട്രോൾ ഓവർ എക്സ്പെൻസ് എന്ന് വെച്ചാൽ ഇതിലൂടെ അവർ എന്താണ് മോണിറ്റർ ചെയ്യണം, എക്സ്പെൻസ് ഫുള്ളായി കൺട്രോൾ ചെയ്യണം. അപ്പൊ എത്ര കോസ്റ്റ് വേരിയൻസിന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും, ഇതിലൂടെ കോസ്റ്റ് എഫിഷ്യൻസി ആണെന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും. നെക്സ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ടൂൾ എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് ഇൻസൈറ്റ്, അതായത് കോസ്റ്റ് ബിഹേവിയർ എത്രയാണെന്ന് അനലൈസ് ചെയ്യാനും ഇതിലൂടെ മാനേജ്മെന്റിനെ എന്ത് ചെയ്യാൻ പറ്റും, ഡിസിഷൻ മേക്കിംഗ് ചെയ്യാനും സാധിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് പറഞ്ഞാൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനും ഫ്യൂച്ചർ കോസ്റ്റ് വന്നിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാനും സാധിക്കും. ബിസിനസ്സിന് വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ് പ്ലാൻ ചെയ്യാനും വരാൻ പോണ ചിലവ്, അപ്കമിങ് എക്സ്പെൻസ് പറയുമ്പോൾ വരാൻ പോണ എത്ര എക്സ്പെൻസ് ഉണ്ട് അവർക്ക് പ്രിഡിക്റ്റ് ചെയ്യാനും സാധിക്കും. കോസ്റ്റ് അലോക്കേഷൻ പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കോസ്റ്റ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ജോബിനും ഓരോ പ്രൊഡക്റ്റിനും എത്ര എക്സ്പെൻസ് വരുന്നുണ്ട് അതനുസരിച്ച് അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കും. പെർഫോമൻസ് എവാലുവേഷൻ പറഞ്ഞാൽ അവർ സെറ്റ് ചെയ്ത് വെച്ചത്, ഇപ്പോൾ കമ്പനി സെറ്റ് ചെയ്തതും കിട്ടിയ ആക്ച്വൽ കോസ്റ്റും കൂടെ, ബഡ്ജറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് പറഞ്ഞാൽ ടാർഗറ്റ് കോസ്റ്റിനെയാണ്, അതിൽ ഇവർ സെറ്റ് ചെയ്ത കോസ്റ്റ് ഉണ്ടാവില്ല എസ്റ്റിമേറ്റഡ്, ആ ബഡ്ജറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റും നമുക്ക് കിട്ടിയ ആക്ച്വൽ കോസ്റ്റും കൂടെ കമ്പയർ ചെയ്യും. എന്തിനാ അവർ പെർഫോമൻസ് ഫുള്ളായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം കറക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് അവർ ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ ഇൻഡിപെൻഡന്റ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് വെച്ചാൽ ചില കേസസിൽ കോസ്റ്റ് ബുക്ക് വന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഫിനാൻഷ്യൽ ബുക്കിൽ നിന്നും സെപ്പറേറ്റ് ആണ് ഈ കോസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റമാണ് എന്ത് ചെയ്യുക, ഈ കോസ്റ്റ് ബുക്കിൽ ഫോളോ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ? അനു, ദേവിക, ഓക്കെ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ലിസ്റ്റിൽ ഇട്ടേക്കണേ. നെക്സ്റ്റ് ആണ് നമുക്ക് സമ്മ് നോക്കാം. എ കമ്പനി മാനുഫാക്ചർ എ പ്രോഡക്റ്റ് ഇൻകർ ദ ഫോളോയിങ് കോസ്റ്റ് ഫോർ ദ മന്ത് ഓഫ് ജനുവരി. കമ്പനി ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിന് താഴെ പറയുന്ന കോസ്റ്റ് ആണ് ജനുവരി മന്തിൽ ഉണ്ടായിരിക്കുന്നത്. ഫസ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ യൂസ്ഡ് 50,000, ഡയറക്റ്റ് ലേബർ 30,000, ഫാക്ടറി ഓവർഹെഡ് 20,000, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് 10,000, selling and distribution expense 5,000, unit produced 1,000. You are required to prepare a cost sheet and determine the cost per unit. അതായത് ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ കോസ്റ്റ് ബുക്കിന് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റും ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ താഴെ പറയുന്ന കോസ്റ്റ് ആണ് അവർക്ക് ഇൻകർ ചെയ്തിട്ടുള്ളത് ജനുവരി മാസത്തിൽ. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചത്, ഡയറക്റ്റ് ലേബർ, ഫാക്ടറി ഓവർഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്,
അതേപോലെ തന്നെ നെക്സ്റ്റ് യൂണിറ്റ് പ്രൊഡ്യൂസർ കഴിഞ്ഞെന്ന് വെച്ചാൽ അതെന്താ പറഞ്ഞിരിക്കുന്നത്, യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ് ആൻഡ് ഡിറ്റർമൈൻ ദ കോസ്റ്റ് പെർ യൂണിറ്റ്. അത് നമ്മൾ കോസ്റ്റ് ഷീറ്റും നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അതിലൂടെ നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണെന്ന് ഡിറ്റർമൈൻ ചെയ്തിരിക്കണം. ഓക്കെ, സോ ഈ കോസ്റ്റ് ഷീറ്റ് പ്രസൻസ് എ ടോട്ടൽ കോസ്റ്റ് ഇൻകർഡ് ഇൻ മാനുഫാക്ചറിങ് എ പ്രോഡക്റ്റ് ആൻഡ് കാൽക്കുലേറ്റ് ദ കോസ്റ്റ് പെർ യൂണിറ്റ്. എന്ന് വെച്ചാൽ ഒരു കോസ്റ്റ് ഷീറ്റിൽ എന്താണോ പ്രസന്റ് ചെയ്യണേ എന്ന് വെച്ചാൽ, അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യണം കോസ്റ്റ് ഷീറ്റിൽ എന്തൊക്കെയാണ് പ്രസന്റ് ചെയ്യണേ. ടോട്ടൽ കോസ്റ്റ്, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ടോട്ടൽ കോസ്റ്റ് വരുന്നുണ്ട്. മാനുഫാക്ചറിങ് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര ടോട്ടൽ കോസ്റ്റ് ആണ് വരുന്നത്. സോ ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താ ഉദ്ദേശിക്കണേ, കോസ്റ്റ് ഷീറ്റിലൂടെ അത് പ്രസന്റ് ചെയ്യുകയാണ് എത്ര ടോട്ടൽ കോസ്റ്റ് ആണോ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ അവർക്ക് വരുന്നത്. അതേപോലെ ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് വന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം പെർ യൂണിറ്റിന്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ കോസ്റ്റ് ഷീറ്റ് ആണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ ആദ്യം നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫോർമാറ്റ്, ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. അപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ പ്രോബ്ലത്തിന് സൊല്യൂഷനായി കൊടുത്തിരിക്കുകയാണ്. കാരണം നമ്മൾ ഇതിന് ബേസ് ചെയ്തിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാനുഫാക്ചറിങ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടായിരുന്നു. മാനുവല്ല വർക്കിംഗ് അക്കൗണ്ട്, മാനുഫാക്ചറിങ് അക്കൗണ്ട്, അതിന്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ ഇത് ഈസി ആയിട്ട് അത് മെയിൻ ആയിട്ടത് മാത്രം ജസ്റ്റ് നോക്കി വെക്കാൻ വേണ്ടി കാര്യമുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ കോളം പർട്ടിക്കുലേഴ്സ് എമൗണ്ട് എന്ന് കോളം ചെയ്യുക. അപ്പൊ ആദ്യം നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ പ്രൈം കോസ്റ്റ് എന്തൊക്കെയാണ് നമുക്കറിയാം. ഡയറക്റ്റ് മെറ്റീരിയൽ, എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസസിനെയും പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ പ്രൈം കോസ്റ്റ് എന്നുള്ള സംഭവം. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് പ്രൈം കോസ്റ്റ് എന്ന് പറയാൻ ഡയറക്റ്റ് എക്സ്പെൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്, ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പൊ ഡയറക്റ്റ് മെറ്റീരിയൽ എത്ര തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 50,000 തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ലേബർ എത്ര 30,000 തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 50,000 30,000 കൂടെ ആഡ് ചെയ്തതാണ് എന്തെന്ന് പറയുന്നത് 80,000 പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ മനസ്സിലാക്കണ്ടേ, പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈം കോസ്റ്റ് ഈക്വൽ ടു ഏതൊക്കെ കൂടെ ആഡ് ചെയ്യണ്ടേ, ഡയറക്റ്റ് മെറ്റീരിയൽ യൂസ്ഡും ഡയറക്റ്റ് ലേബറും. ഓക്കെ, അടുത്തതാണ് ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡ് എന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ടത് ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ഏതൊക്കെയാണ് വരിക. ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് പറയും ഏതൊക്കെയാണ് വരിക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, പ്രൈം കോസ്റ്റ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് ലേബർ വന്നു കഴിഞ്ഞു. അടുത്തത് ഫാക്ടറി ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് വരിക, അതായത് ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ് ആണ് നമ്മുടെ ഇക്വേഷൻ. എന്തായിരുന്നു ഫാക്ടറി കോസ്റ്റിന്റെ ഇക്വേഷൻ, ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ്. പ്രൈം കോസ്റ്റിന്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യാം, ഇതാണ് ഫോർമുല. അപ്പൊ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് നമുക്ക് പ്രൈം കോസ്റ്റും ഫാക്ടറി ഓവർഹെഡും ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഫാക്ടറി ഓവർഹെഡ് തന്നിട്ടുണ്ട് 20,000 തന്നിട്ടുണ്ട്. അപ്പൊ 20,000 എഴുതി. അപ്പൊ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് കാണാനുള്ള ഫോർമുലയാണ് എന്ത്, പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ്. പ്രൈം കോസ്റ്റ് എത്ര തന്നിരിക്കുന്നത് 80,000, ഫാക്ടറി ഓവർഹെഡ് എത്ര തന്നിരിക്കുന്നത് 20,000. അപ്പൊ 80,000 പ്ലസ് 20,000 ആണ് എത്രയെന്ന് പറഞ്ഞിരിക്കുന്നത് 1 lakh. ഓക്കെ, അടുത്തതാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ എന്തൊക്കെ കഴിഞ്ഞു, പ്രൈം കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. പ്രൈം കോസ്റ്റിന്റെ ഫോർമുല എന്താ, പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ. അപ്പൊ നമ്മൾ 50 30 കൂടെ ആഡ് ചെയ്ത് ഇപ്പൊ 80 കിട്ടി. ശരിയാ? അടുത്തത് ഫാക്ടറി ഓവർഹെഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് കാണാനുള്ള ഫോർമുല എന്താ, ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ് ആണ്. അപ്പൊ പ്രൈം കോസ്റ്റ് എന്നുള്ളത് നമുക്ക് ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്ത് എഴുതിയിട്ടുണ്ട്, അതായത് ഇപ്പോ നമുക്ക് ഫാക്ടറി ഓവർഹെഡ് അപ്പൊ 80,000 പ്ലസ് 20,000 ആണ് 1 lakh. അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആണ്. ക്വസ്റ്റ്യനിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എത്രയാണ് തന്നിരിക്കുന്നത് നോക്കുക. 10,000 ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് എന്ത് ചെയ്യുക 10,000 എഴുതുക. അപ്പൊ അടുത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈക്വൽ ടു എന്താണ് ഫോർമുല. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാണാനുള്ള ഫോർമുല എന്താ, ഫാക്ടറി കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. അതായത് ഫാക്ടറി കോസ്റ്റിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യുക, അതായത് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് വന്നിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കണം. എന്തായിരുന്നു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാണാൻ നമ്മൾ എന്താണ് ആഡ് ചെയ്യുക, അതായത് ഫാക്ടറി കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആണ്. ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വൃത്തിയായിട്ട് അറിയാം എന്താണ്, അതിന് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് വേണ്ടത് 1 lakh കിട്ടിയിട്ടുണ്ട് അല്ലെ, പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എത്ര 10,000. അപ്പൊ 1 lakh പ്ലസ് 10,000 ആണ് എത്ര 1,10,000. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ ചെയ്തു, ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ ആണ് എന്ത് പ്രൈം കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റ് എന്താണ്, അതായത് പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ്. അടുത്ത അഡ്മിനിസ്ട്രേറ്റീവ് എന്താ, കോസ്റ്റ് പ്രൊഡക്ഷൻ പറയുമ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഫാക്ടറി കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. അപ്പൊ നിങ്ങൾ ഓരോന്ന് മനസ്സിലാക്കണം. പ്രൈം കോസ്റ്റ് പറഞ്ഞാൽ എന്താണ്, ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ ആണ്. അതേപോലെ ഫാക്ടറി കോസ്റ്റ് പറഞ്ഞാൽ എന്താണ്, പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ് ആണ്. അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് കാണാം, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഈക്വൽ ടു ഫാക്ടറി കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആണ്. അടുത്താണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് പറയുമ്പോൾ ക്വസ്റ്റ്യനിൽ എത്ര തന്നിരിക്കുന്നത് ആദ്യം നോക്കാം. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 5,000 തന്നിട്ടുണ്ട്. അപ്പൊ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു എത്ര എഴുതി 5,000 എഴുതി.
ടോട്ടൽ കോസ്റ്റ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പൊ നിങ്ങൾ ഒരേ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. ടോട്ടൽ കോസ്റ്റ് എങ്ങനെ കാണാം? ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്. ഓക്കെ, ഇത് എക്സ്പെൻസസ് എന്നാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ കോസ്റ്റ് പറയുമ്പോൾ സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ എത്രയാണ്? 5000 അല്ലേ? അപ്പം അതിനുശേഷം സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് പറയുമ്പോൾ എത്ര കിട്ടിയിട്ടുണ്ട്? 5000 കിട്ടിയിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പറയുമ്പോൾ എത്ര കിട്ടിയിട്ടുണ്ട്? 1,10,000 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1,10,000 പ്ലസ് 5,000 എത്രയാണ്? 1,15,000. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ഓരോന്നും നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആകും. ഓക്കെ, ഇനി കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു ഫോർമുല എന്താ? ടോട്ടൽ കോസ്റ്റ് ബൈ യൂണിറ്റ് പ്രൊഡ്യൂസ്. നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഇപ്പോൾ എത്ര കിട്ടി? 1,15,000 കിട്ടി. യൂണിറ്റ് പ്രൊഡ്യൂസർ 1000. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് യൂണിറ്റ് പ്രൊഡ്യൂസർ 1000 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 1000 ചെയ്തു. 1,50,000 ഡിവൈഡ് ബൈ 1000 ചെയ്തപ്പോൾ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ 1,15,000 നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 1000 രൂപ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 30 ക്യാൻസൽ ചെയ്താൽ നമ്മുടെ യൂണിറ്റ് എത്രയാണ്? 115 ആണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1,15,000 കിട്ടി. കോസ്റ്റ് പെർ യൂണിറ്റ് എത്ര കിട്ടി? 115 കിട്ടി. അപ്പോൾ അത് നിങ്ങൾ എത്രയാണ് വന്നതെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഫാക്ടറി ഓവർഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, യൂണിറ്റ് പ്രൊഡ്യൂസ് ഇത് ഫുള്ളായി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ് ആൻഡ് ഡിറ്റർമൈൻ ദ കോസ്റ്റ് പെർ യൂണിറ്റ്. നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം, കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യണം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇതാ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പ്രകാരം കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ആദ്യം പർട്ടിക്കുലർസ് എമൗണ്ട് ഒന്ന് കൊടുത്തു. അപ്പൊ ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് ലേബർ എഴുതി. പ്രൈം കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് ലേബറും രണ്ടും കൂടെ ആഡ് ചെയ്തു. അതിനുശേഷം ഫാക്ടറി ഓവർഹെഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ എല്ലാം തന്നിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട് കേട്ടോ. ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് കാണാനുള്ള ഫോർമുലയാണ് പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ്. അടുത്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആണ് എന്ത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനുള്ള സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഓക്കെ, അതിനുശേഷം നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ബൈ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. അത് നമ്മൾ ചെയ്തു. ഓക്കെ, അപ്പൊ മനസ്സിലാക്കേണ്ടത് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 1,15,000, കോസ്റ്റ് പെർ യൂണിറ്റ് 150. ഓക്കെ, അപ്പൊ ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ദേവിക, അനു, ബാലൻ, ഓക്കെ. ഇനി അടുത്തതാണ്, ഞാൻ അടുത്ത സമ കൂടെ എടുത്തുതരാം. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ABC Limited manufacture a product and provide the following cost details for the month of February. അതായത് ABC Limited എന്ന് പറയുന്ന കമ്പനി പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പ്രൊവൈഡ് ദ ഫോളോയിങ് കോസ്റ്റ് ഡീറ്റെയിൽസ് ആണ് ജനുവരി മാസത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഡാറ്റ തന്നിരിക്കണേ പറഞ്ഞാൽ, ഓപ്പണിംഗ് റോ മെറ്റീരിയൽ സ്റ്റോക്ക് 20,000, റോ മെറ്റീരിയൽ പർച്ചേസ്ഡ് 80,000, ക്ലോസിംഗ് റോ മെറ്റീരിയൽ സ്റ്റോക്ക് 10,000, ഡയറക്റ്റ് ലേബർ 50,000, ഫാക്ടറി ഓവർഹെഡ് 30,000, opening work in progress 15,000, closing work in progress 10,000, administrative overhead 20,000, selling and distribution overhead 15,000, profit percentage on cost 25%, unit produced and sold 2,000. You are required to prepare cost sheet and determine total cost of production, selling price per unit. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കോസ്റ്റ് ഷീറ്റ് വന്നിട്ട് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ എന്തൊക്കെയാണ് ഡിറ്റർമൈൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണെന്ന് ഡിറ്റർമൈൻ ചെയ്തിരിക്കണം. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? എത്രയാണെന്ന് ഡിറ്റർമൈൻ ചെയ്തിരിക്കണം. ശരിയാ? അപ്പൊ നമുക്ക് ആദ്യം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യണേ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കാണാനുള്ള ഇക്വേഷൻ ജസ്റ്റ് അത് നോട്ട് ചെയ്ത് വെക്കുക. എങ്ങനെ നോട്ട് ചെയ്ത് വെക്കേണ്ടതെന്ന് അറിയോ? റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് റോ മെറ്റീരിയൽ സ്റ്റോക്ക് പ്ലസ് റോ മെറ്റീരിയൽ പർച്ചേസ്ഡ് മൈനസ് ക്ലോസിംഗ് റോ മെറ്റീരിയൽ സ്റ്റോക്ക്. ഓപ്പണിംഗ് റോ മെറ്റീരിയൽ സ്റ്റോക്ക് എത്രയാണ്, അതിന് കൂടെ റോ മെറ്റീരിയൽ എത്രയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്, അതിൽ നിന്നും എന്ത് ചെയ്യുക? നമ്മൾ ക്ലോസിംഗ് റോ മെറ്റീരിയൽ സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് റോ മെറ്റീരിയൽ ഇവിടെ വൃത്തിയായി തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നത്? 20,000 തന്നിട്ടുണ്ട്. അപ്പോൾ 20,000 പ്ലസ് റോ മെറ്റീരിയൽ പർച്ചേസ്ഡ് എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? റോ മെറ്റീരിയൽ പർച്ചേസ്ഡ് 80,000 തന്നിട്ടുണ്ട്. അപ്പോൾ 20,000 പ്ലസ് 80,000 മൈനസ് ക്ലോസിംഗ് റോ മെറ്റീരിയൽ സ്റ്റോക്ക് എത്ര ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് നോക്കുക. ക്ലോസിംഗ് റോ മെറ്റീരിയൽ സ്റ്റോക്ക് 10,000. അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ? അതായത് 20,000 പ്ലസ് 80,000 മൈനസ് 10,000. അപ്പോൾ 20,000 പ്ലസ് 80,000 എത്രയാ? 1,00,000. 1,00,000 10,000 എത്രയാ? 90,000. ശരിയാ? അടുത്തതാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രൈം കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുക. അപ്പോൾ റോ മെറ്റീരിയൽ കൺസ്യൂമർ കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? ഓപ്പണിംഗ് റോ മെറ്റീരിയൽ സ്റ്റോക്ക് പ്ലസ് റോ മെറ്റീരിയൽ പർച്ചേസ്ഡ് മൈനസ് ക്ലോസിംഗ് റോ മെറ്റീരിയൽ. ഓപ്പണിംഗ് റോ മെറ്റീരിയലിന്റെ കൂടെ
ഓപ്പണിംഗ് റോ മെറ്റീരിയൽ സ്റ്റോക്കിന്റെ കൂടെ റോ മെറ്റീരിയൽ പർച്ചേസ് ആഡ് ചെയ്യുക, അതിന്റെ കൂടെ ക്ലോസിംഗ് റോ മെറ്റീരിയൽ സ്റ്റോക്ക് എന്ത് ചെയ്യുക, ലെസ് ചെയ്ത് കാണിക്കുക. അപ്പൊ അടുത്ത് പ്രൈം കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് പ്ലസ് ഡയറക്റ്റ് കോസ്റ്റ് ആണ്. റോ മെറ്റീരിയൽ കൺസ്യൂംഡ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് 90,000 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എത്ര കിട്ടി, 90,000 എഴുതി. പ്ലസ് നമുക്ക് എന്താ ഫോർമുല, ഡയറക്റ്റ് ലേബർ ആണ്. ക്വസ്റ്റിന്റെ ഡയറക്റ്റ് ലേബർ എത്ര തന്നിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഡയറക്റ്റ് ലേബർ 50,000 തന്നിരിക്കുന്നത്. അപ്പോൾ ഫോർമുല റോ മെറ്റീരിയൽ കൺസ്യൂം പ്ലസ് ഡയറക്റ്റ് ലേബർ എന്ത് എഴുതി, 90,000 പ്ലസ് 50,000 നമുക്കറിയാം എന്താണ്, 1,40,000 എന്ന് അറിയാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെയാ കാൽക്കുലേറ്റ് ചെയ്തേ, റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കാൽക്കുലേറ്റ് ചെയ്തു, അതേപോലെ തന്നെ അടുത്ത് എന്ത് ചെയ്തു, പ്രൈം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ശരിയാ. അടുത്തതാണ് ഫാക്ടറി കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റിന്റെ ഫോർമുല എന്താ, ഫാക്ടറി കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർ ഹെഡ് പ്ലസ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. WIP എന്താ, WIP എന്ന് വെച്ചാൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് WIP കേട്ടോ. ശരിയാ. അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കണ്ടേ, അതായത് ഫാക്ടറി കോസ്റ്റ് കാണാനുള്ള ഫോർമുല ഫാക്ടറി കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർ ഹെഡ് പ്ലസ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് മൈനസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ശരിയാ. പ്രൈം കോസ്റ്റ് പറയുമ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടിയിട്ടുണ്ട്, 1,40,000 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 1,40,000 എഴുതി. ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടിയിട്ടുണ്ട്, ഇവിടെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് ഫാക്ടറി ഓവർ ഹെഡ്, നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഫാക്ടറി ഓവർ ഹെഡ് ഇവിടെ എത്ര, 30,000 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് എഴുതി, പ്ലസ് 30,000 എഴുതി. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. എത്രയാണ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇവിടെ 15,000 തന്നിട്ടുണ്ട്, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 10,000 തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, പ്ലസ് 15,000 മൈനസ് 10,000. അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ട, ഫാക്ടറി കോസ്റ്റ് കാണാനുള്ള ഫോർമുല എന്തായിരുന്നു, ഫാക്ടറി കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർ ഹെഡ് പ്ലസ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് മൈനസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പൊ ഓരോന്ന് നമ്മൾ എന്ത് ചെയ്തു, ഓരോന്ന് നോട്ട് ചെയ്തെടുത്തു. ഓക്കെ, അടുത്തതാണ് കമ്പ്യൂട്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അപ്പൊ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാണാനുള്ള ഫോർമുല എന്താ, ഫാക്ടറി കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്. ഫാക്ടറി കോസ്റ്റ് എത്ര കിട്ടി, 1,75,000 കിട്ടി. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ഡയറക്റ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാകും. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് എത്ര തന്നിട്ടുണ്ട്, അതായത് ഇവിടെ ക്വസ്റ്റ്യനിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ഈക്വൽ 20,000 തന്നിട്ടുണ്ട്. ശരിയാ. അപ്പൊ എന്ത് എഴുതി, 1,75,000 പ്ലസ് 20,000 ഈക്വൽ ടു 1,95,000. ഓക്കെ, അടുത്താണ് ടോട്ടൽ കോസ്റ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. ടോട്ടൽ കോസ്റ്റ് പറയുമ്പോൾ എന്തൊക്കെ, എങ്ങനെ ടോട്ടൽ കോസ്റ്റ് കാണുക, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്ര തന്നിട്ടുണ്ട്, 1,95,000 തന്നിട്ടുണ്ട്. പ്ലസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് പറയുമ്പോൾ എത്ര തന്നിട്ടുണ്ട്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് പറയുമ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, പ്ലസ് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, അതായത് എത്രയാണ് സെല്ലിംഗ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ആദ്യം നോക്കാം. ഓക്കെ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ തന്നിട്ട് 15,000. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 15,000 എഴുതി. ശരിയാ. എവിടെയായിരുന്നു, അപ്പൊ നമുക്ക് എത്ര കിട്ടി, 1,95,000 പ്ലസ് 15,000 ഈസ് ഈക്വൽ ടു 2,10,000. അടുത്തതാണ് കമ്പ്യൂട്ട് പ്രോഫിറ്റ് ആൻഡ് സെല്ലിംഗ് പ്രൈസ്. പറഞ്ഞാൽ പ്രോഫിറ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് 25% ഓഫ് കോസ്റ്റ് ആണെന്ന്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 25% ഓഫ് കോസ്റ്റ് വേണം. കോസ്റ്റ് എത്ര കിട്ടിയിട്ടുണ്ട്, 2,10,000 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2,10,000 ഇൻറ്റു 25/100. ശരി. അപ്പൊ ഈ സീറോയും ക്യാൻസൽ ആവും. അപ്പൊ എത്ര കിട്ടി, 2,100 ഇൻറ്റു എന്താ വരിക, 25 ആണ് വരിക. ഓക്കെ, മനസ്സിലായോ. അപ്പൊ നമുക്ക് അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ ആ 25 ഇൻറ്റു 21 തന്നെ ചെയ്താൽ മതി. മനസ്സിലായോ. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ഈസിയായി ചെയ്യും. 25 ഇൻറ്റു 21 എത്രയാ, 1 ഇൻറ്റു 5 5, 2 ഇൻറ്റു 1 2, 5 ഇൻറ്റു 2 10 0, 2 ഇൻറ്റു 2 4 5. എത്ര കിട്ടി, 5 2 5 അല്ലേ, 2 0 ഇവിടെ ഉണ്ട്. അപ്പൊ എന്താ എഴുതി, 52. അപ്പൊ പെട്ടെന്ന് സീറോസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, 52,500. ഓക്കെ, അപ്പൊ അടുത്തത് എന്തായിരുന്നു, സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു എന്താ കാണാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കമ്പ്യൂട്ട് പ്രോഫിറ്റ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് തന്നിട്ട് ക്വസ്റ്റ്യന്റെ പ്രോഫിറ്റ് ഈസ് 25% ആണ് കോസ്റ്റ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ കോസ്റ്റിന്റെ 25% ആണ് പറഞ്ഞിരിക്കുന്നത്. കിട്ടിയ കോസ്റ്റ് 2,10,000 ആണ്. 2,10,000 25% നമ്മൾ ചെയ്തു. അടുത്ത സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു ഫോർമുല എന്താ, ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. ടോട്ടൽ കോസ്റ്റ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എത്രയാണ്, 2,10,000 കിട്ടിയിട്ടുണ്ട്. പ്ലസ് പ്രോഫിറ്റ് എത്ര കിട്ടിയിട്ടുണ്ട്, ഇവിടെ 52,500. അപ്പോൾ 2,10,000 പ്ലസ് 52,500 ചെയ്തപ്പോഴാണ് എത്ര വന്നത്, അതായത് 2,62,500 വന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എങ്ങനെ കാണാം, എന്താ ഫോർമുല, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ബൈ യൂണിറ്റ് സോൾഡ്. ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ഇവിടെ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, 2,62,500 കിട്ടിയിട്ടുണ്ട്. യൂണിറ്റ് എത്ര സോൾഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ അത് ഡയറക്റ്റായി തന്നിട്ടുണ്ടാകും. എത്ര യൂണിറ്റ് ഇതാ, യൂണിറ്റ് പ്രൊഡ്യൂസറും സോൾഡും എത്ര പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ 2,000 ആണ് യൂണിറ്റ് പ്രൊഡ്യൂസറും സോൾഡും തന്നിരിക്കുന്നത്. മനസ്സിലായോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ 2,000 നമ്മൾ ഡിവൈഡ് ചെയ്ത് കാണിച്ചു. 2,62,500 ഡിവൈഡഡ് ബൈ 2,000. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അതായത് സീറോസ് ഒക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്തു. ഓക്കെ, അപ്പൊ ഫൈനൽ ആൻസർ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണ്, 1,95,000 കിട്ടിയിട്ടുണ്ട് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അത് എവിടെ നിന്ന് നമുക്ക് കിട്ടിയത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ.
ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണ് ആദ്യം നോക്കുക 1,95,000. ഓക്കെ, അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് എത്ര കിട്ടി? 1,95,000 കിട്ടി. അപ്പോൾ അത് ആദ്യം നമ്മൾ എന്ത് എഴുതും? ഇവിടത്തെ നോട്ട് എഴുതും. ശരിയാ? സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 131.25 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഫുള്ളായി മനസ്സിലാക്കണം. ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അപ്പോൾ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ABC ലിമിറ്റഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതിൽ താഴെ പറയുന്ന കോസ്റ്റ് ഡീറ്റെയിൽസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. തന്നിരിക്കുന്ന ഡാറ്റ പറയുന്നത് എന്താണ്? ഓപ്പണിംഗ് റോ മെറ്റീരിയൽ സ്റ്റോക്ക്, റോ മെറ്റീരിയൽ പർച്ചേസ്ഡ്, ക്ലോസിംഗ് റോ മെറ്റീരിയൽ സ്റ്റോക്ക്, ഡയറക്റ്റ് ലേബർ, ഫാക്ടറി ഓവർ ഹെഡ്, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് കോസ്റ്റിന്റെ പെർസെന്റേജ് ആണ്. എത്ര പെർസെന്റേജ് ആണ്? 25% ആണ് കോസ്റ്റ് ആണ്. യൂണിറ്റ് പ്രൊഡ്യൂസർ ആൻഡ് സോൾഡ് 2000 ആണ്. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ് ആൻഡ് ഡിറ്റർമൈൻ. അപ്പൊ നമ്മൾ എന്താണ് കോസ്റ്റ് ഷീറ്റ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പ്രിപ്പയർ ചെയ്തിരിക്കണം. പിന്നെ എന്താ ഡിറ്റർമൈൻ ചെയ്യേണ്ടത്? ഫസ്റ്റ് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണ് ഡിറ്റർമൈൻ ചെയ്യണം. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എത്രയാണ് ഡിറ്റർമൈൻ ചെയ്യണം. ഓക്കെ, അപ്പൊ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഫോർമുല എന്താണ്? ഓപ്പണിംഗ് റോ മെറ്റീരിയൽ സ്റ്റോക്ക് പ്ലസ് റോ മെറ്റീരിയൽ പർച്ചേസ്ഡ് മൈനസ് ക്ലോസിംഗ് റോ മെറ്റീരിയൽ സ്റ്റോക്ക്. നമുക്ക് ഡയറക്റ്റ് ആയി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അടുത്തത് കമ്പ്യൂട്ട് പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈം കോസ്റ്റ് കാണാനുള്ള ഫോർമുല എന്താ? റോ മെറ്റീരിയൽ കൺസ്യൂംഡ് പ്ലസ് ഡയറക്റ്റ് ലേബർ. ഓക്കെ, അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അടുത്ത ഫാക്ടറി കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റിന്റെ ഫോർമുല എന്താ? ഫാക്ടറി കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർ ഹെഡ് പ്ലസ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് മൈനസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. അതങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അടുത്ത എന്താ? കമ്പ്യൂട്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫോർമുല എന്താ? ഫാക്ടറി കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ചെയ്തു. അടുത്ത ടോട്ടൽ കോസ്റ്റ് എങ്ങനെ ചെയ്യുക? ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു എന്താ ചെയ്യുക? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. അടുത്ത കമ്പ്യൂട്ട് പ്രോഫിറ്റ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് ആണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് വ്യക്തമായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 25 ടോട്ടൽ കോസ്റ്റിന്റെ 25% ആണ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടിയത് 2,10,000 ആണ്. ആ 2,10,000 25% കാണുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സീറോസ് ഡിവൈഡ് ചെയ്യുക, കറക്റ്റായി മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പൊ പെട്ടെന്ന് ആൻസർ കിട്ടും കേട്ടോ. അപ്പൊ അതിനുശേഷം സെല്ലിംഗ് പ്രൈസ് കാണാനുള്ള ഫോർമുല എന്താ? ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് ചെയ്തു. ഇനി സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എങ്ങനെ ചെയ്യുക? ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ബൈ യൂണിറ്റ് സോൾഡ് ചെയ്തു. ഓക്കെ, ഫൈനൽ ആൻസർ. ക്ലിയർ ആയോ? സുനിൽ ഒത്തിരി ലേറ്റ് ആയല്ലോ, എന്ത് പറ്റി? ഓക്കെ, ക്ലിയർ ആയോ? രണ്ട് പ്രോബ്ലം, കോസ്റ്റ് ബുക്കിന്റെ പ്രോബ്ലം ക്ലിയർ ആയോ? പ്രോബ്ലം ക്ലിയർ ആയതിനു ശേഷം വേണം നമ്മൾ ആ കോസ്റ്റ് ബുക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ കേട്ടോ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? സുനിൽ ആ ക്ലാസ് ഒന്ന് മൊത്തം ഒന്ന് കേട്ട് നോക്കണേ, ഫസ്റ്റ് തൊട്ടിട്ട്. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചേക്കണേ. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞതിനൊപ്പം നിങ്ങൾ ചെയ്ത് പൊക്കോളൂ കേട്ടോ. പ്രോബ്ലത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് പ്രൈമർലി കൺസേൺഡ് വിത്ത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ മെയിൻ ആയിട്ട് എന്താണ്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക, അസർട്ടൈൻ ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക, ഓഡിറ്റ് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ്. നമുക്കറിയാം എന്താണ് ആക്ച്വലി കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് എന്തിനാണ്? കോസ്റ്റ് എത്ര ഐഡന്റിഫൈ ചെയ്യാനും അതേപോലെ തന്നെ കൺട്രോൾ ചെയ്യണം. അസർട്ടൈൻ്റെ മീനിങ് പറയുന്നത് ഐഡന്റിഫൈങ്, ഡിറ്റർമൈനിങ് അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ് കോസ്റ്റ് ബുക്സ് ആർ യൂഷ്വലി മെയിൻറ്റെയിൻ അണ്ടർ വിച്ച് സിസ്റ്റം. കോസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഏത് സിസ്റ്റത്തിലാണ് മെയിൻറ്റെയിൻ ചെയ്യുക? സിംഗിൾ എൻട്രി ആണോ, ഡബിൾ എൻട്രി ആണോ, ഇന്റഗ്രൽ നോൺ ഇന്റഗ്രൽ ആണോ, നൺ ഓഫ് ദം ആണോ? കോസ്റ്റ് സിസ്റ്റം പറയുമ്പോൾ എന്താണ്? ഇന്റഗ്രൽ ഓർ നോൺ ഇന്റഗ്രൽ സിസ്റ്റം ആണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോമ്പണന്റ്? പ്രൈം കോസ്റ്റിന്റെ കോമ്പണന്റ് അല്ലാത്ത. പ്രൈം കോസ്റ്റ് പറയുന്നത് ഒരുപാട് വട്ടം പഠിച്ചാണ്. പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽ ടു എന്താ? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പൊ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തൊരു സംഭവമാണ് എന്ത്? ഫാക്ടറി ഓവർ ഹെഡ്. ശരിയാ? ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ എന്തിന്റെ പാർട്ടാണ്? ഫാക്ടറി കോസ്റ്റിന്റെ ആണ്, അല്ലാതെ പ്രൈം കോസ്റ്റിന്റെ അല്ല. ഓക്കെ, പ്രൈം കോസ്റ്റ് പറയുമ്പോൾ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടത് ഓൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആർ കാൾഡ് എന്താണ്? എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസസിനെയും പറയുന്നതാണ് എന്ത്? പ്രൈം കോസ്റ്റ് എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തതാണ് നോൺ ഇന്റഗ്രൽ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം. കോസ്റ്റ് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് കോസ്റ്റ് ബുക്ക് എന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് എന്തിനെ മൊത്തം എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. എന്തിൽ നിന്നും? സെപ്പറേറ്റ്ലി ഫ്രം എന്താ? ഫിനാൻഷ്യൽ ബുക്കാണ്. ഓക്കെ, സെപ്പറേറ്റ്ലി ഫ്രം ഫിനാൻഷ്യൽ ബുക്കാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നോൺ ഇന്റഗ്രൽ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ കോസ്റ്റ് ബുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം പറഞ്ഞാൽ ഇറ്റ് സെപ്പറേറ്റ്ലി ഫ്രം എന്താ? ഫിനാൻഷ്യൽ ബുക്കാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ പ്രൈം ഫാക്ടറി കോസ്റ്റ്. അപ്പൊ ഈ താഴെ പറയുന്നതിൽ ഏതാണ് ഫാക്ടറി കോസ്റ്റ് ഇൻക്ലൂഡ് ആകുക? ഫാക്ടറി കോസ്റ്റ് കൊടുക്കേണ്ട നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞതാണ് പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർ ഹെഡ് ആണ് എന്ത്? ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഫാക്ടറി കോസ്റ്റ് ഈസ് ഈക്വൽ ടു, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസാണ് എന്താണ് ഫോർമുല? ഫാക്ടറി കോസ്റ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? പ്രൈം കോസ്റ്റ്
പ്ലസ് എന്തായിരുന്നു ഫാക്ടറി ഓവർ ഹെഡ്. ശരിയാ? ഓക്കെ. ഇനി അടുത്തതാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആർ ആഡഡ് ടു വിച്ച് കോസ്റ്റ്. സെല്ലിംഗും ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ഒക്കെ ഏത് കോസ്റ്റിലോട്ടാണ് ആഡ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പ്രൈം കോസ്റ്റ് ആണോ, ഫാക്ടറി കോസ്റ്റ് ആണോ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണോ, ടോട്ടൽ കോസ്റ്റ്. പറയാം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലാണ് എന്തൊക്കെ ആഡ് ചെയ്യുക, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ട് ആഡ് ചെയ്യണത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലാണ്. ഓക്കെ. അടുത്തതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, പ്രോഫിറ്റ് കോസ്റ്റിംഗ്, പ്രോസസ്. അപ്പോൾ എന്താണ് പ്രോഫിറ്റ് കോസ്റ്റിംഗ് പറയുന്നത്? എന്താണ് ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അല്ല. അതന്നെ സോഷ്യൽ. അപ്പോൾ അല്ല ഈ ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ് ഒക്കെ ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. പ്രോഫിറ്റ് കോസ്റ്റിംഗ് ഒരു മെത്തേഡേ ഇല്ല. ഓക്കെ. ഇനി അടുത്തതാണ് വിച്ച് ഡോക്യുമെന്റ് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് ടു പ്രൊഡക്ഷൻ. ഏത് ഡോക്യുമെന്റ് ആണ് യൂസ് ചെയ്യുക ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് വന്നിട്ട് പ്രൊഡക്ഷൻ വന്നിട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ഏത് ഡോക്യുമെന്റ് ആണ് യൂസ് ചെയ്യുക? വിച്ച് ഡോക്യുമെന്റ് ഈസ് യൂസ്ഡ്. അപ്പോൾ ഏത് ഡോക്യുമെന്റ് ആണ് യൂസ് ചെയ്യുക റെക്കോർഡ് ചെയ്യാൻ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് ടു പ്രൊഡക്ഷൻ? മെറ്റീരിയൽ വന്നിട്ട് പ്രൊഡക്ഷൻ പർപ്പസ് വന്നിട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ പർച്ചേസ് ഓർഡർ ആണോ, മെറ്റീരിയൽ റിക്വസൈറ്റ് നോട്ട് ആണോ, ഇൻവോയ്സ് ആണ്, ട്രയൽ ബാലൻസ് ആണ്, മെറ്റീരിയൽ റിക്വസൈറ്റ് നോട്ട് ആണ് എന്ത് ചെയ്യുക യൂസ് ചെയ്യുക? എന്തിനാ യൂസ് ചെയ്യുക? ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് പ്രൊഡക്ഷൻ വന്നിട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇതാണ് എന്ത് ചെയ്യുക, ഈ ഡോക്യുമെന്റ് ആണ് യൂസ് ചെയ്യുക റെക്കോർഡ് ചെയ്യാൻ. അപ്പോൾ ഇത് മെറ്റീരിയൽ റിക്വസൈറ്റ് നോട്ട്. ഓക്കെ. ഇനി അടുത്തതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്രീസിയേഷൻ ഇസ് കൺസിഡർ. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഡിപ്രീസിയേഷൻ എങ്ങനെ കൺസിഡർ ചെയ്യുക? ഡയറക്ട് കോസ്റ്റ് ആണോ, ഫാക്ടറി ഓവർ ഹെഡ് ആണോ, സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആണോ, അതേപോലെ ഫാക്ടറി ഓവർ ഹെഡ് ആണ്. ഡിപ്രീസിയേഷൻ ഓൺ ഫാക്ടറി മെഷീനറി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഫാക്ടറി കോസ്റ്റ്. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് ഈ ഫാക്ടറി ഓവർ ഹെഡ് ഉണ്ടല്ലോ, ഫാക്ടറി കോസ്റ്റിന്റെ അതിന്റെ അണ്ടറിലാണ് വരിക എന്തെന്ന് പറയുന്നത് ഈ ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി എന്നൊക്കെ ഡിപ്രീസിയേഷൻ ഓൺ ഫാക്ടറി എന്നൊക്കെ പറയുന്നത് ഇതിൽ വരുന്നതാണ്. ഡിപ്രീസിയേഷൻ ഓൺ ഫാക്ടറി എന്നൊക്കെ പറയുന്നത് ഫാക്ടറി കോസ്റ്റിന് അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. അതാണ് ഫാക്ടറി കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അടുത്താണ് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? അതിൽ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് എന്താ കോസ്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക അസർട്ടൈൻ ചെയ്യുക, കോസ്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക കൺട്രോൾ ചെയ്യുക. അത് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്തായിരുന്നു കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക, എക്സ്പെൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ ഓപ്ഷൻ സി. ഓക്കെ. ക്ലിയർ ആയോ? കോസ്റ്റ് ബുക്ക്, അതിന്റെ മീനിങ്, ഫീച്ചേഴ്സ്, 2 സമ്മ്, അതിന്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്. ക്ലിയർ ആയോ? ഓക്കെ. സുനിൽ, അനു, ദേവിക ക്ലിയർ ആയോ? ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓപ്ഷൻ നിങ്ങൾ ഇടുന്നതാണല്ലോ, ആരും ഇട്ടിട്ടില്ല. എൻ്റെ ഒപ്പം തന്നെ ചെയ്ത് വായോ കേട്ടോ. അപ്പൊ നിങ്ങളൊന്നും കൂടെ പ്രാക്ടീസ് ആവുമല്ലോ. ഓക്കെ. ദേവിക, ദിവ്യ. അപ്പൊ ഇത്രയാണ് കോസ്റ്റ് ബുക്ക്. നമുക്ക് അടുത്ത മൈനിങ് കമ്പനി പോവാം. ഓക്കെ. മൈനിങ് കമ്പനി ആൻഡ് ഇറ്റ്സ് കോസ്റ്റ് പ്രിപ്പറേഷൻ ആണ്. ആക്ച്വലി മൈനിങ് കമ്പനി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ് ആണ്. അതായത് ഈ മിനറൽസ്, ഓറ്, കോള്, പെട്രോളിയം, നാച്ചുറൽ റിസോഴ്സ് ഒക്കെ എന്ത് ചെയ്യും മരത്തുനിന്ന് എടുക്കും അല്ലെ. അപ്പൊ ഈ കമ്പനീസ് ഒക്കെ എന്ത് ചെയ്യും ഈ ഇൻഡസ്ട്രീസ് ആണ് ഓപ്പറേറ്റ് ചെയ്യുക. അതായത് കോൾ മൈനിങ്, മെറ്റൽ മൈനിങ്, ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുക, കോറിങ്, ഇതൊക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം കോസ്റ്റ് പ്രിപ്പറേഷൻ ചെയ്യണം മൈനിങ് കമ്പനിയിൽ. മൈനിങ് കമ്പനിയിൽ ആക്ച്വലി കോസ്റ്റ് ഷീറ്റ് വന്നിട്ട് ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ എത്ര കോസ്റ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും എത്ര കോസ്റ്റ് ആണെന്ന് മാനേജ് ചെയ്യാനും. ഓക്കെ. സോ ദ കോസ്റ്റ് സ്ട്രക്ചർ ഓഫ് മൈനിങ് കമ്പനി. അപ്പോൾ എന്തൊക്കെയാണ് ഒരു മൈനിങ് കമ്പനിയിലെ കോസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ, ഇപ്പൊ സിമ്പിളായി പറയുമ്പോൾ എന്താണ് ഈ മൈനിങ് കമ്പനി എന്ന് പറഞ്ഞാൽ, മൈനിങ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ കൂടുതലായിട്ട് എന്താ ഡീൽ ചെയ്യുന്നത് പറഞ്ഞാൽ അവിടുത്തെ മൈനിങ് കമ്പനി ഡീൽ ചെയ്യുന്ന ബിസിനസ് ആണ്. എന്തിനു റിലേറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് ആണ് മൈനിങ് കമ്പനി ഡീൽ ചെയ്യണത്? മിനറൽസിനെ റിലേറ്റ് ചെയ്തിട്ട് ഓറ്, കോള്, പെട്രോളിയം, നാച്ചുറൽ റിസോഴ്സ് ഫ്രം എർത്ത്, ഇത് ഫുള്ളും ഈ ബിസിനസ് പരം കാര്യങ്ങളൊക്കെ ഏതിനാണ് ചെയ്യുക? മൈനിങ് കമ്പനിക്കാരാണ് ചെയ്യുക. അപ്പൊ ഈ കമ്പനിയിൽ വരുന്ന ഈ കമ്പനിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ആണ് ഇപ്പൊ നമ്മൾ കുറച്ച് പേര് പറഞ്ഞത്. കോൾ മൈനിങ്, മെറ്റൽ മൈനിങ്, ഓയിൽ എക്സ്ട്രാക്ഷൻ, കോറിങ്, ഇതൊക്കെ. അപ്പൊ അടുത്തതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ എ മൈനിങ് കമ്പനി എന്ന് പറഞ്ഞാൽ മൈനിങ് കമ്പനീസിന് എന്ത് ആവശ്യമാണ്? മൈനിങ് കമ്പനീസിന് ഒരു കോസ്റ്റ് ഷീറ്റ് ആവശ്യമാണ്. ഇതിൽ കോസ്റ്റ് എത്രയാണെന്ന് ട്രാക്ക് ചെയ്യാൻ, ഐഡന്റിഫൈ ചെയ്യാനും കോസ്റ്റ് മാനേജ് ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ കോസ്റ്റ് സ്ട്രക്ചർ ഓഫ് എ മൈനിങ് കമ്പനി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് കോമ്പോണൻസ് ഓഫ് മൈനിങ് കോസ്റ്റ് ഷീറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് കോമ്പോണൻസ് വരിക? കോമ്പോണൻസ് ഓഫ് മൈനിങ് കോസ്റ്റ് ഷീറ്റ് ഫസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഡയറക്റ്റ് കോസ്റ്റ് ആണ്. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ വേരിയബിൾ കോസ്റ്റ് എന്ന് വെച്ചാൽ ദീസ് ആർ കോസ്റ്റ് ആണ്. ഡയറക്റ്റ് കോസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് എന്താണ് എക്സ്ട്രാക്ഷൻ പ്രോസസ്സിന് വന്നിട്ട് ലിങ്ക് ചെയ്തതാണ്. അപ്പൊ ഡയറക്റ്റ് കോസ്റ്റ് വരുന്നതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ. അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ വരുന്നതാണ് ഫ്യൂവല്, ലൂബ്രിക്കൻസ്, അതർ മെറ്റീരിയൽസ് ഒക്കെ മൈനിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ.
ഡയറക്റ്റ് ലേബറിൽ വരുന്നതാണ് എന്തൊക്കെ, അതായത് ഇപ്പൊ പറഞ്ഞത് വേജസ്, സാലറീസ്, മൈനേഴ്സിന്റെ, ഡ്രില്ലിംഗ് വർക്കേഴ്സ്, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, ഡയറക്റ്റ് ലേബറിൽ വരുന്നതാണ്. ഓക്കെ, അടുത്തതാണ് മൈനിങ് റോയൽറ്റീസ് ആൻഡ് ലീസ് പേയ്മെന്റ്. ഉദ്ദേശിക്കുന്നത് എത്ര എമൗണ്ട് ആണ് ഗവൺമെന്റിന് ലാൻഡ് ഓണേഴ്സിനൊക്കെ പേ ചെയ്യുന്നത് ഈ മിനറൽ എക്സ്ട്രാക്ട് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോമ്പോണൻസ് ഓഫ് മൈനിങ് കോസ്റ്റ് എന്തൊക്കെയാ? ഫസ്റ്റ് ഡയറക്ട് കോസ്റ്റ് ആണ്. ഡയറക്ട് കോസ്റ്റ് എന്ത് കോസ്റ്റ്? വേരിയബിൾ കോസ്റ്റ് ആണ്. ആ ഡയറക്ട് കോസ്റ്റ് വരുന്നത് ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും മൈനിങ് റോയൽറ്റീസ് ലീസ് പേയ്മെന്റും. ഇപ്പൊ ഈ മൈനിങ് റോയൽറ്റി ഇതൊക്കെ ആരൊക്കെ കൊടുക്കുക? ഈ ഗവൺമെന്റിനാണ് കൊടുക്കുക അതൊക്കെ. ഓക്കെ, അടുത്തതാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ എന്ത് എഴുതി? വേരിയബിൾ കോസ്റ്റ് എന്ന് എഴുതി. അപ്പൊ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഫിക്സഡ് കോസ്റ്റ് ആണ്. അപ്പൊ ഈ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. ദീസ് ആർ കോസ്റ്റ് ആണ് ദാറ്റ് സപ്പോർട്ട് മൈനിങ് പ്രോസസ്സിൽ എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യണം. പക്ഷെ അവർ എന്ത് ചെയ്യുന്നില്ല? ബട്ട് ആർ നോട്ട് ഡയറക്ട്ലി ടൈഡ് ടു എ സ്പെസിഫിക് എക്സ്ട്രാക്ട് ഓപ്പറേഷൻ. അതായത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒരു സ്പെസിഫിക് ആയിട്ട് എക്സ്ട്രാക്ട് ഓപ്പറേഷനിൽ വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ടൈ ചെയ്തിട്ടില്ല. ആക്ച്വലി ഈ കോസ്റ്റ് വന്നിട്ട് മൈനിങ് പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യാണ്. മനസ്സിലായോ? അപ്പോൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് പറയുമ്പോൾ നമുക്ക് അറിയാം എന്താ, ഡയറക്റ്റ് ടൈപ്പ് ഉണ്ടാവില്ല, ഇൻഡയറക്റ്റ് ടൈപ്പ് ഉണ്ടാവുക, അതറിയാം. അതിലാണ് ഓവർ ബർഡൻ റിമൂവൽ കോസ്റ്റ് പറഞ്ഞാൽ ഇപ്പൊ എക്സ്പെൻസുകൾ ഉണ്ടാവുമല്ലോ നോൺ മിനറൽ ലെയേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ അതിൽ വരുന്നത്. അടുത്ത ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി എക്യുപ്മെന്റ് പറയുമ്പോൾ ഡിപ്രീസിയേഷൻ വരുന്നതാണ് വിയർ ആൻഡ് ടിയർ. അതേപോലെ ഡ്രില്ലിംഗ് മെഷീന്റെ വിയർ ആൻഡ് ടിയറും തേയ്മാനം കാര്യങ്ങളും വരില്ലേ, ട്രക്ക്, പ്രോസസിംഗ് പ്ലാന്റ്, അതൊക്കെ. അടുത്ത അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡിൽ സാലറി, മാനേജ്മെന്റ് സാലറി കൊടുക്കുക, ലീഗൽ എക്സ്പെൻസ്, ഓഫീസ് എക്സ്പെൻസ് ഒക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡിൽ വരുന്നതാണ്. എൻവറോൺമെന്റൽ കംപ്ലൈൻസ് കോസ്റ്റ് വരുന്നതാണ് കോസ്റ്റ് ഓഫ് മീറ്റ്, എൻവറോൺമെന്റൽ ലോ മീറ്റ് ചെയ്യാനുള്ള കോസ്റ്റ്, പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ, ലാൻഡ് റീസ്റ്റോർ ചെയ്യാൻ, ഇതൊക്കെ. അടുത്ത സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി കോസ്റ്റ് വരുന്നതാണ് വർക്കർ സേഫ്റ്റിക്ക് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഇപ്പൊ വർക്കറിന്റെ സേഫ്റ്റിയാണ് ഏറ്റവും മുഖ്യം. അപ്പൊ അതിന്റെ റിലേറ്റ് ചെയ്തിട്ട് എത്ര കോസ്റ്റ് വരുന്നുണ്ട്? പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, ഇൻഷുറൻസ്, ഇതെല്ലാം. സോ ഇൻഡയറക്റ്റ് കോസ്റ്റ് വരുന്നതാണ് എന്തൊക്കെ? ഓവർ ബർഡൻ റിമൂവൽ കോസ്റ്റ്, ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി ആൻഡ് എക്യുപ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്, എൻവറോൺമെന്റൽ കംപ്ലൈൻസ് കോസ്റ്റ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി കോസ്റ്റ്, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? ഇൻഡയറക്റ്റ് കോസ്റ്റിൽ വരുന്നതാണ്. ഓക്കെ, അടുത്തതാണ് പ്രോസസിംഗ് കോസ്റ്റ് എന്ന് വെച്ചാൽ ഇഫ് ദ കമ്പനി പ്രോസസ് റോ മെറ്റീരിയൽ. ഇപ്പൊ കമ്പനി ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? റോ മെറ്റീരിയൽ പ്രോസസ് ചെയ്യുന്നുണ്ട് സെല് ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞാൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ക്രഷിംഗ് ആൻഡ് ഗ്രൈൻഡിങ് കോസ്റ്റ്. അതായത് റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യുക? ബ്രേക്ക് ഡൗൺ ഇടുക, ഇവർക്ക് ഡിവൈഡ് ചെയ്ത് ഇടുക, ബ്രേക്ക് ഡൗൺ ചെയ്യുക. റിഫൈനിങ് ആൻഡ് സ്മെൽറ്റിംഗ് കോസ്റ്റ് എന്ന് വെച്ചാൽ കമ്പനി എന്ത് ചെയ്യുക? പ്രോസസ് ചെയ്യുക, അടുത്ത പ്രൊസീജിയർ ചെയ്യുക പ്യുവർ മെറ്റൽസിനെ വെച്ച്. ഓക്കെ, പ്രോസസിംഗ് പറഞ്ഞാൽ അവിടുത്തെ പ്രോസസിംഗിന്റെ സ്റ്റെപ്പിന് പ്രോസസിംഗ് കോസ്റ്റിനെ കുറിച്ച് പറയുന്നത്. ക്രഷിംഗ് ആൻഡ് ഗ്രൈൻഡിങ് കോസ്റ്റ്, റിഫൈനിങ് ആൻഡ് സ്മെൽറ്റിംഗ് കോസ്റ്റ്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അടുത്ത സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അവർക്ക് വരും. മെറ്റീരിയൽസ് വന്നിട്ട് പ്ലാന്റിലോട്ട് പോയി പ്രോസസ് ചെയ്യാനും കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ. പിന്നെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഏതിൽ വരുന്നതാണ്? സെയിൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൈനിങ് കമ്പനി എന്ന് വെച്ചാൽ എന്താ? ഒരു ബിസിനസ് ആണ്. അവർ ഡീൽ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്യുക, ഓറ്, കോൾ, പെട്രോളിയം, നാച്ചുറൽ റിസോഴ്സ്, ഈ കാര്യങ്ങളൊക്കെ മൈനിങ് കമ്പനിയിൽ വരുന്നതാണ്. അപ്പൊ ഈ കമ്പനിക്കായി ഓപ്പറേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ആണ് ഈ പറയുന്ന കോൾ മൈനിങ്, മെറ്റൽ മൈനിങ്, ഓയിൽ എക്സ്ട്രാക്ഷൻ, കോറിംഗ് ഒക്കെ. അപ്പൊ കോമ്പോണൻസ് ഓഫ് മൈനിങ് കോസ്റ്റ് എന്തൊക്കെയാണ് വരും? ഡയറക്ട് കോസ്റ്റ് ആണ്. അതിൽ ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, മൈനിങ് റോയൽറ്റീസ്. ഇൻഡയറക്ട് കോസ്റ്റ് വരുന്നതാണ് ഓവർ ബർഡൻ റിമൂവൽ കോസ്റ്റ്, ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി ആൻഡ് എക്യുപ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്, എൻവറോൺമെന്റൽ കംപ്ലൈൻസ് കോസ്റ്റ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി കോസ്റ്റ്. പ്രോസസിംഗ് കോസ്റ്റ് ആണ് എന്തൊക്കെ? ക്രഷിംഗ് ആൻഡ് ഗ്രൈൻഡിങ് കോസ്റ്റ്, റിഫൈനിങ് ആൻഡ് സ്മെൽറ്റിംഗ് കോസ്റ്റ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്തൊക്കെ? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എക്സ്പെൻസും. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഒരു തിയറിയാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ മൈനിങ് കോസ്റ്റ് ഷീറ്റിന്റെ കോമ്പോണൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഡയറക്ട് കോസ്റ്റ് പറയുമ്പോൾ ഉള്ളത് ഉടനെ തന്നെ എന്താ? അത് എന്ത് കോസ്റ്റാണ്? വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഉടനെ തന്നെ അടുത്ത കോസ്റ്റ് എന്താ? ഇൻഡയറക്ട് കോസ്റ്റ്. ഇൻഡയറക്ട് കോസ്റ്റ് എന്ത് കോസ്റ്റാണ്? ഫിക്സഡ് കോസ്റ്റ്. അങ്ങനെ ഓരോന്നും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പ്രോസസിംഗ് കോസ്റ്റ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, ഇതൊക്കെ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ഇട്ടേക്കണേ. അപ്പൊ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ് ചെയ്യാൻ പോണേ. കോസ്റ്റ് ഷീറ്റ് ഫോർ എ മൈനിങ് കമ്പനി. മൈനിങ് കമ്പനിയിൽ വരുന്ന കോസ്റ്റ് ഷീറ്റ് നമുക്ക് എങ്ങനെ നോക്കാം? എ മൈനിങ് കമ്പനി എക്സ്ട്രാക്റ്റഡ് 10,000 ടൺസ് ഓഫ് കോൾ ഇൻ 1 month. ഒറ്റ മാസത്തിൽ മൈനിങ് കമ്പനി എക്സ്ട്രാക്ട് ചെയ്യുന്നത് കോൾ എന്ന് പറയുന്നത് 10,000 ടൺ ആണ്. ദ കമ്പനി എനിക്ക് ഫോളോയിങ് കോസ്റ്റ്. കമ്പനിക്ക് വരുന്ന ചെലവുകൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഡയറക്റ്റ് മെറ്റീരിയൽ, അതായത് എക്സ്പ്ലോസീവ് ഫ്യൂവൽ, അതിൽ 5 lakh വരുന്നുണ്ട്. ഡയറക്റ്റ് ലേബർ മൈനറിന് കൊടുക്കുന്ന വേജസ് 8 lakh, മൈനിങ് റോയൽറ്റീസ് പറയുന്നത് 2 lakh, ഓവർ ബർഡൻ റിമൂവൽ പറയുന്നത് 4,50,000, ഡിപ്രീസിയേഷൻ മെഷീനറി 3,50,000, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് 1,50,000, ട്രാൻസ്പോർട്ടേഷൻ സെല്ലിംഗ് എക്സ്പെൻസ് 2,50,000. യു ഹാവ് ടു കാൽക്കുലേറ്റ് ടോട്ടൽ കോസ്റ്റ് ആൻഡ് കോസ്റ്റ് പെർ ടൺ ഓഫ് കോള്. അപ്പൊ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഒന്ന് ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം, പിന്നെ കോസ്റ്റ് പെർ ടൺ ഓഫ് കോള്. ഇതാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ട പണികൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഓരോ ഐറ്റവും തന്നിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ.
മൈനിങ് റോയൽറ്റീസ്, ഓവർ ബർഡൻ റിമൂവൽ, ഡിപ്രീസിയേഷൻ മെഷീനറി, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, ട്രാൻസ്പോർട്ട് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസ്. അപ്പോൾ ഓരോന്നും ജസ്റ്റ് നോക്കി വെക്കുക. മനസ്സിലായോ? അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റിലാണ് എന്തൊക്കെ വരിക? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, മൈനിങ് റോയൽറ്റീസ് വരിക. ഇൻഡയറക്റ്റ് കോസ്റ്റിലാണ് എന്തൊക്കെ വരിക? ഓവർ ബർഡൻ റിമൂവൽ കോസ്റ്റ്, ഡിപ്രീസിയേഷൻ മെഷീനറി ആൻഡ് എക്യുപ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്, അതേപോലെ എൻവറോൺമെന്റൽ ആൻഡ് കംപ്ലൈൻസ് കോസ്റ്റ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി കോസ്റ്റ്. ഇതൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. പ്രോസസിംഗ് കോസ്റ്റ് ആണ് ക്രഷിംഗ് ആൻഡ് ഗ്രൈൻഡിങ്ങും റിഫൈനിങ് ആൻഡ് സ്മെൽറ്റിങ്ങും, അതേപോലെ തന്നെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, മാർക്കറ്റിംഗ്, സെയിൽസ് ഒക്കെ വരുന്നത്. സോ ഇതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കോസ്റ്റ് ഷീറ്റ് വന്നിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഹെഡിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ആക്ച്വലി ഹെഡിങ് കൊടുക്കേണ്ടത് കോസ്റ്റ് ഷീറ്റ് ഫോർ ദ മൈനിങ് കമ്പനിയാണ് എന്ത് ചെയ്ത് കൊടുക്കേണ്ടത്? നമ്മൾ ഹെഡിങ് കൊടുക്കേണ്ടത്. ഇപ്പൊ 2 കോളം ഉള്ളത്, ഒന്ന് എന്താണ് പർട്ടിക്കുലേഴ്സും, ഒന്ന് എന്താണ് എമൗണ്ട്. അപ്പൊ ഡയറക്റ്റ് കോസ്റ്റിലാണ് എന്തൊക്കെ വരിക? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, മൈനിങ് റോയൽറ്റീസും. അപ്പൊ അത് ഡയറക്റ്റ് ആയി കൊടുത്തിട്ടുണ്ട്, അത് അങ്ങനെ അടുത്ത് എഴുതുക. ഓക്കെ, നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഡയറക്റ്റ് മെറ്റീരിയൽ 5 ലക്ഷം, ഡയറക്റ്റ് ലേബർ 8 ലക്ഷം, മൈനിങ് റോയൽറ്റീസ് 2 ലക്ഷം. അപ്പൊ 5 ലക്ഷം പ്ലസ് 8 ലക്ഷം എത്രയാ? 13 ലക്ഷം. 13 ലക്ഷം പ്ലസ് 2 ലക്ഷം എത്രയാ? 15 ലക്ഷം. പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസും ആണ് അല്ലെ. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, മൈനിങ് റോയൽറ്റീസിന്റെ ടോട്ടലാണ് എന്ത്? 15 ലക്ഷം. അടുത്ത ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്തൊക്കെയാണ്? ക്വസ്റ്റ്യൻ നോക്കിയിട്ട് തന്നെ അറിയാം എന്തൊക്കെയാണ്. ഓവർ ബർഡൻ റിമൂവൽ, ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി, ഇതൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ് കോസ്റ്റിൽ വരുന്നതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, ഇതൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ് കോസ്റ്റ്. എന്തൊക്കെയാണ്? ഓവർ ബർഡനും ഡിപ്രീസിയേഷൻ മെഷീനറിയും അഡ്മിനിസ്ട്രേഷനും. അപ്പൊ അതെന്ത് എഴുതുക? ഓവർ ബർഡൻ നമുക്ക് എത്രയും അറിയാം? 4,50,000, ഡിപ്രീസിയേഷൻ 3,50,000, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എത്രയാണ്? 1,50,000. അത് മൂന്നും കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യുക? 4,50,000, 3,50,000 എത്രയാ? 7 ലക്ഷം, 7, 50, 8 ലക്ഷം, 9,50,000 അല്ലെ. ഇപ്പൊ ഇവിടെ എന്താ പക്ഷെ പറഞ്ഞിരിക്കുന്നത്? പ്രൈം കോസ്റ്റ് പ്ലസ് എന്തായിരുന്നു? അതായത് പ്രൈം കോസ്റ്റിലും ഇൻഡയറക്റ്റ് കോസ്റ്റും കൂടെ എന്താണ് ആഡ് ചെയ്യണത്? ഫാക്ടറി കോസ്റ്റ്. ഇപ്പൊ ഫാക്ടറി കോസ്റ്റിന്റെ ഫോർമുല എന്തായിരുന്നു? ഫാക്ടറി കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഇവിടെ പ്രൈം കോസ്റ്റ് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 15 ലക്ഷം. അപ്പൊ 4,50,000, 3,50,000, 8 ലക്ഷം, 9,50,000. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം 15 ലക്ഷം, 9,50,000 എത്രയാണ്? 24,50,000 അതാണ് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഓരോന്ന് മനസ്സിലാക്കി വെക്കുക. 24,50,000. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രൈം കോസ്റ്റിന്റെ ഫോർമുല എന്താ? പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഓൾ ഡയറക്റ്റ് കോസ്റ്റ്. എല്ലാ ഡയറക്റ്റ് കോസ്റ്റിന്റെ ടോട്ടലാണ് എന്തെന്ന് പറയുന്നത്? ഈ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഇൻഡയറക്റ്റ് കോസ്റ്റ് വരുന്ന സാധനങ്ങളാണ് എന്തൊക്കെ? ഓവർ ബർഡൻ റിമൂവൽ, ഡിസ്ട്രിബ്യൂഷൻ മെഷീൻ, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഒക്കെ. ഫാക്ടറി കോസ്റ്റ് കാണാനുള്ള ഫോർമുല എന്താ? ഫാക്ടറി കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. അടുത്ത സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആണ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിൽ ഇപ്പോൾ എന്തൊക്കെയാണ് വരിക? അതായത് ട്രാൻസ്പോർട്ട് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസ് വരും. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? അതായത് ട്രാൻസ്പോർട്ട് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസ് ആണ് എന്ത് ചെയ്യുക? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിൽ വരിക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്, ട്രാൻസ്പോർട്ട് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് തന്നെ 2,50,000 തന്നിട്ടുണ്ട്, അത് എഴുതി. അപ്പോൾ ടോട്ടൽ കോസ്റ്റിന്റെ ഫോർമുല എന്താ? ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു ഫാക്ടറി കോസ്റ്റ് പ്ലസ് സെല്ലിംഗ് കോസ്റ്റ് ആണ്. ഫാക്ടറി കോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 24,50,000 പ്ലസ് ഇവിടെ ട്രാൻസ്പോർട്ട് ആൻഡ് സെല്ലിംഗ് കോസ്റ്റ് എത്രയാണ്? 2,50,000. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം 24 ലക്ഷത്തി. അപ്പൊ ഇവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് കേട്ടോ. ബട്ട് ഫാക്ടറി കോസ്റ്റിന്റെ എമൗണ്ട് എത്രയാ? കാരണം നമ്മുടെ ടോട്ടൽ കോസ്റ്റിന്റെ ഫോർമുല എന്താ? ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഫാക്ടറി കോസ്റ്റ് പ്ലസ് സെല്ലിംഗ് കോസ്റ്റ് ആണ്. ഫാക്ടറി കോസ്റ്റ് നമുക്ക് ഇവിടെ എത്ര തന്നിട്ടുണ്ട്? 24,50,000 തന്നിട്ടുണ്ട്. പ്ലസ് സെല്ലിംഗ് കോസ്റ്റ് എത്രയാണ്? 2,50,000 ആണ്. 2,50,000. ഓക്കെ, ഇപ്പൊ 24, 25, 26, 27 ലക്ഷമാണ് നമുക്ക് എത്ര കിട്ടുക? ടോട്ടൽ കോസ്റ്റ്. കോസ്റ്റ് പെർ ടൺ ഓഫ് കോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുക എങ്ങനെയാണ് ചെയ്യാന്ന്. അതായത് ഇവിടെ നമുക്ക് എന്ത് പറഞ്ഞിട്ട് ടോട്ടൽ കോസ്റ്റ് നമുക്ക് ഇവിടെ എത്ര കിട്ടിയിട്ടുണ്ട്? എങ്ങനെ 270 വന്ന ടോട്ടൽ കോസ്റ്റ് എത്ര കിട്ടിയിട്ടുണ്ട്? 27 lakh കിട്ടിയിട്ടുണ്ട് അല്ലേ. ഡിവൈഡർ ബൈ എത്ര ടണ്ണാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ഡയറക്റ്റ് തന്നിട്ടുണ്ട്. മൊത്തം ടൺ എന്ന് പറയുന്നത് 10,000 ടണ്ണാണ് തന്നിട്ടുണ്ട്. ശരിയാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 10,000 ടണ്ണ് ചെയ്യുക. ഡിവൈഡർ ബൈ 10,000 ടൺ. അപ്പൊ എന്ത് ചെയ്യുക? നമ്മൾ 4 സീറോയും ക്യാൻസൽ ചെയ്യുക. അപ്പൊ എത്ര കിട്ടി? 270. ഇങ്ങനെയാണ് കിട്ടിയത്. മനസ്സിലായ? നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ കോസ്റ്റിൽ നിന്നും 10,000 ടണ്ണ് വന്നിട്ട് ഡിവൈഡ് ചെയ്തു. അത്രേ ഉള്ളൂ. മനസ്സിലായ? അപ്പൊ നിങ്ങൾ അത് ഓരോന്നും മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ആക്ച്വലി ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ വീണ്ടും ഞാൻ അതാ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് കോമ്പണൻസ് ഓഫ് മൈനിങ് കോസ്റ്റ് പറയുന്നത് ഡയറക്റ്റ് കോസ്റ്റ് ആണ്. ഡയറക്റ്റ് കോസ്റ്റ് വരുന്നതാണ് ഈ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, മൈനിങ് റോയൽറ്റീസ് ആൻഡ് ലീസ് പേയ്മെന്റ്. അതേപോലെ ഇൻഡയറക്റ്റ് കോസ്റ്റ് വരുന്നതാണ് ഓവർ ബർഡൻ റിമൂവൽ കോസ്റ്റ്, ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി ആൻഡ് എക്യുപ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്, അതേപോലെ തന്നെ എൻവിറോൺമെന്റൽ കംപ്ലൈൻസ് കോസ്റ്റ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി കോസ്റ്റ്. ഇതൊക്കെ എന്താണ്? ഇതിൽ വരുന്നതാണ്. പിന്നെ പ്രോസസിംഗ് കോസ്റ്റും കാര്യങ്ങൾ വരുന്നതാണ്. എന്തൊക്കെ? ഈ ക്രഷിംഗ് ആൻഡ് ഗ്രൈൻഡിങ്ങും റിഫൈനിങ് ആൻഡ് സ്മെൽറ്റിംഗ് ഒക്കെ ഇതിൽ വരുന്നതാണ്. ഈ പ്രോസസിംഗ് കോസ്റ്റിൽ വരുന്നതാണ്. പിന്നെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, മാർക്കറ്റിംഗ്, സെല്ലിംഗ് എക്സ്പെൻസ് വരുന്നത്. അപ്പൊ നമ്മുടെ എന്തായാലും ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു മൈനിങ് കമ്പനിയിൽ 10,000 ടൺ ഓഫ് കോൾസ് വന്നിട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. കമ്പനിയിൽ വരുന്ന കോസ്റ്റ് ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, മൈനിങ് റോയൽറ്റീസ്, ഓവർ ബർഡൻ റിമൂവൽ,
ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസ്, ഇതൊക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ 2 കോളമാണ് പർട്ടിക്കുലേഴ്സും എമൗണ്ടും. അപ്പൊ ഡയറക്ട് കോസ്റ്റ് എന്തൊക്കെയാ പഠിച്ചു വെക്കണം നിങ്ങൾ. ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, മൈനോറിറ്റീസ്, മൂന്നും കൂടെ ആഡ് ചെയ്ത് പ്രൈം കോസ്റ്റ് പറയുമ്പോൾ എന്താ, പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഓൾ ഡയറക്ട് കോസ്റ്റ് എന്ന് അറിയാം. അപ്പൊ എല്ലാം കൂടെ ടോട്ടൽ ചെയ്തു. ഇൻഡയറക്ട് കോസ്റ്റ് എന്തൊക്കെ തന്നിരിക്കുന്നത്, ഓവർ ബർഡൻ റിമൂവലും ഡിപ്രീസിയേഷൻ മെഷീൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡും എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അപ്പോൾ ഫാക്ടറി കോസ്റ്റ് നെക്സ്റ്റ് കാണാനുള്ള ഫോർമുല മനസ്സിലാക്കേണ്ടത്, പ്രൈം കോസ്റ്റിന്റെ ഫോർമുല പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഓൾ ഡയറക്ട് കോസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഡയറക്ട് കോസ്റ്റ് ആണ്. അതേപോലെ തന്നെ ഫാക്ടറി കോസ്റ്റ് ഈക്വൽ ടു എന്താ ഫോർമുല, പ്രൈം കോസ്റ്റ് പ്ലസ് ഇൻഡയറക്ട് കോസ്റ്റ് ആണ്. ഇനി അതേപോലെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ, സെല്ലിംഗ് ഡയറക്റ്റ് എഴുതിയിട്ട് ഇനി ടോട്ടൽ കോസ്റ്റ് കാണാനുള്ള ഫോർമുല എന്താ, ഫാക്ടറി കോസ്റ്റ് പ്ലസ് സെല്ലിംഗ് കോസ്റ്റ് ആണ്. മനസ്സിലായോ? അപ്പൊ കോസ്റ്റ് പെർ ടൺ ഈക്വൽ ടു എന്താ, ടോട്ടൽ കോസ്റ്റ് ബൈ ഡിവൈഡ് ബൈ എത്ര ടൺ ആണെന്ന്. ഓക്കെ, ക്ലിയർ ആയോ? ഈ സമ്മ് ക്ലിയർ ആയോ? ഓക്കെ, ദേവിക, അനു, ദിവ്യ, സുനിൽ, ഓക്കെ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണേ. ഇതേപോലെ തന്നെ മൈനിങ് കമ്പനിയുടെ നെക്സ്റ്റ് സെക്കൻഡ് സമ്മ് കൂടെ ഞാനിപ്പോ ചെയ്യിപ്പിക്കാം കേട്ടോ. അപ്പൊ ഒന്നും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവുവേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് XYZ മൈനിങ് ലിമിറ്റഡ് എക്സ്ട്രാക്ട് 50,000 ടൺസ് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട് പെർ മന്ത്. കമ്പനി ഇൻകർ ദ ഫോളോയിങ് കോസ്റ്റ്, കമ്പനിക്ക് കുറച്ച് കോസ്റ്റ് വന്നിട്ട് ഇൻകർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഇൻകർ ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ് ഇത് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് മെറ്റീരിയൽ തന്നിട്ടുണ്ട്, എക്സ്പ്ലോസീവ്സ്, ഫ്യൂവൽ തന്നിട്ടുണ്ട് 12 lakh, ഡയറക്റ്റ് ലേബർ മൈനർ വേജസ് 20 lakh, മൈനിങ് റോയൽറ്റീസ് 5 lakh, ഓവർ ബർഡൻ റിമൂവൽ കോസ്റ്റ് 10 lakh, ഡിപ്രീസിയേഷൻ മെഷീനറി 8 lakh, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് 4 lakh, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് 6 lakh. കമ്പനി സെൽസ് അയൺ ഓർ അറ്റ് 1000 per ton. കമ്പനി സെല് ചെയ്യുന്ന അയൺ ഓർ എത്രയാണ്, 1000 per ton. നമ്മൾ എന്തൊക്കെയാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ടോട്ടൽ കോസ്റ്റ് ഓഫ് മൈനിങ്, ടോട്ടൽ റവന്യൂ, പ്രോഫിറ്റ് ഓർ ലോസ്, പ്രോഫിറ്റ് പെർ ടൺ. ഈ 4 നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ എന്തൊക്കെ തന്നിരിക്കുന്നത്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, മൈനിങ് റോയൽറ്റീസ്, ഓവർ ബർഡൻ റിമൂവൽ കോസ്റ്റ്, ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, ഇതൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത്. കമ്പനി സെല് ചെയ്ത ഈ അയൺ ഓർ എന്ന് പറയുന്നത് 1000 per ton. നമ്മൾ എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ, ടോട്ടൽ കോസ്റ്റ് ഓഫ് മൈനിങ്, ടോട്ടൽ റവന്യൂ, പ്രോഫിറ്റ് ഓർ ലോസ്, പ്രോഫിറ്റ് പെർ ടൺ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, സാധാ പോലെ തന്നെ നമ്മൾ ജസ്റ്റ് എഴുതി, കോസ്റ്റ് ഷീറ്റ് വന്നിട്ട് എഴുതി, കോസ്റ്റ് ഷീറ്റ് ഫോർ XYZ മൈനിങ് ലിമിറ്റഡ് എന്ന് എഴുതിയതിനു ശേഷം ഫസ്റ്റ് കോളം പർട്ടിക്കുലേഴ്സും സെക്കൻഡ് കോളം എമൗണ്ടും. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് സാധാരണ നമ്മൾ ചെയ്യുന്ന പ്രോബ്ലം പോലെ തന്നെ ചെയ്യുക. ഫസ്റ്റ് എന്തായിരുന്നു, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, മൈനിങ് റോയൽറ്റീസ്. ഇവിടെ വൃത്തിയായി തന്നിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ 12 ലക്ഷം, ഡയറക്റ്റ് ലേബർ 20 ലക്ഷം, മൈനിങ് റോയൽറ്റി 5 lakh അല്ല, മൈനിങ് റോയൽറ്റി 5 lakh. അപ്പൊ എത്രയാണ്, 12 ലക്ഷം പ്ലസ് 20 ലക്ഷം എത്ര, 32 ലക്ഷം, 32 ലക്ഷം പ്ലസ് 5 ലക്ഷം എത്ര, 37 ലക്ഷം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ പ്രൈം കോസ്റ്റ് ഈക്വൽ ടു നമുക്ക് വൃത്തിയായിട്ട് അറിയാം, പ്രൈം കോസ്റ്റ് ഈക്വൽ ടു എന്താണ്, ടോട്ടൽ ഡയറക്ട് കോസ്റ്റ് ആണ്. 12 lakh പ്ലസ് 20 lakh പ്ലസ് 5 lakh, അതാണ് നമുക്ക് എത്ര കിട്ടിയത്, 37 lakh. ശരിയാ? അടുത്താണ് ഇൻഡയറക്ട് കോസ്റ്റ് വന്നിട്ട് ഇപ്പൊ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ നോക്കാം. ഇൻഡയറക്ട് കോസ്റ്റ് പറയുമ്പോൾ നമുക്ക് വൃത്തിയായി തന്നിട്ടുണ്ട്. എന്താ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, ഇൻഡയറക്ട് കോസ്റ്റ് എന്താ, ഓവർ ബർഡൻ റിമൂവൽ കോസ്റ്റ് തന്നിട്ട്, ഡിപ്രീസിയേഷൻ മെഷീൻ തന്നിട്ടുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് തന്നിട്ടുണ്ട്. അത് മൂന്നും എന്ത് എഴുതി. അപ്പൊ ഇനി അടുത്ത് നമുക്ക് എന്തെന്നറിയാം, ഫാക്ടറി കോസ്റ്റ് കാണാനുള്ള ഫോർമുല എന്താ, കാരണം നമ്മൾ പ്രൈം കോസ്റ്റിൽ നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് കോസ്റ്റിന്റെ അണ്ടറിലാണ് ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും അതേപോലെ ഈ മൈനിങ് റോയൽറ്റീസും വരിക. പ്രൈം കോസ്റ്റ് കാണാനുള്ള ഫോർമുലയാണ് ടോട്ടൽ ഡയറക്ട് കോസ്റ്റ്. ഇനി ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ് ഈ ഇത്രയും നേരം പറഞ്ഞത്, അതായത് ഓവർ ബർഡൻ റിമൂവല്, അതേപോലെ ഡിപ്രീസിയേഷൻ മെഷീനറി, പിന്നെ ഡിപ്രീസിയേഷൻ കഴിഞ്ഞ പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, ഇതൊക്കെ വരുന്നതാണ്. ഇപ്പൊ ഫാക്ടറി കോസ്റ്റ് കാണാനുള്ള ഫോർമുലയാണ് ഫാക്ടറി കോസ്റ്റ് ഈസ് ഈക്വൽ ടു എന്താ ഫോർമുല, പ്രൈം കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും കൂടെ ആഡ് ചെയ്യുക. അപ്പൊ പ്രൈം കോസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. പ്രൈം കോസ്റ്റ് എത്ര നമുക്ക് ടോട്ടൽ ഇവിടെ കിട്ടില്ല, 37 ലക്ഷമാണ്. 37 ലക്ഷം ഇൻഡയറക്റ്റ് കോസ്റ്റ് കൂടെ ആഡ് ചെയ്യാം. അപ്പൊ 8 എത്രയാണ്, 12, 12 10 എത്ര, 22. അപ്പൊ 22 37 ലക്ഷം കൂടെ ആഡ് ചെയ്തതാണ് എന്തെന്ന് പറയുന്നത്, ഈ 59 ലക്ഷം. മനസ്സിലായോ? കാരണം ഫാക്ടറി കോസ്റ്റ് കാണാൻ പ്രൈം കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് കോസ്റ്റ് അല്ലേ. ഓക്കെ, അടുത്തതാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആണ്. കാരണം സെല്ലിംഗ് എക്സ്പെൻസ് അതിന് ഡയറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. സെല്ലിംഗ് എക്സ്പെൻസ് എത്രയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, 6 ലക്ഷമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് എഴുതി, അതായത് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് പറയുന്നത് 6 ലക്ഷമാണ്. പക്ഷെ ടോട്ടൽ കോസ്റ്റ് കാണാനുള്ള ഫോർമുല എന്താ, സെല്ലിംഗ് കോസ്റ്റും പ്ലസ് എന്താണ്, ഫാക്ടറി കോസ്റ്റ് ആണ്. അപ്പൊ സെല്ലിംഗ് കോസ്റ്റ് പ്ലസ് ഫാക്ടറി കോസ്റ്റ് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഫാക്ടറി കോസ്റ്റ് പറയുന്നത് എത്രയാണ്, 59 ലക്ഷമാണ്. 59 ലക്ഷം പ്ലസ് സെല്ലിംഗ് കോസ്റ്റ് എത്രയാണ്, സെല്ലിംഗ് പറയണത് ഇവിടെ എത്രയാണ്, 6 ലക്ഷമാണ് തന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താ മനസ്സിലാക്കണ്ടേ, 59 ലക്ഷം പ്ലസ് 6 ലക്ഷം എത്രയാണ്, 65 ലക്ഷമാണ്. ഓക്കെ, അപ്പൊ കോസ്റ്റ് പെർ ടൺ എങ്ങനെ ചെയ്യാം, ടോട്ടൽ കോസ്റ്റ് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട് ഇവിടെ, 6 ലക്ഷം
65 ലക്ഷമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 65 ലക്ഷമാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്, നമ്മുടെ ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ 65 ലക്ഷം ഡിവൈഡഡ് ബൈ എത്രയാണ്, 50,000 ടൺസ്. അപ്പോൾ ടൺ എത്രയെന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം എത്ര ടണ്ണാണെന്നോ 50,000 ടണ്ണും തന്നിട്ടുണ്ട്. ശരിയാ, ഇവിടെ കറക്റ്റായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എത്ര ടണ്ണാണെന്ന്, 50,000 ടണ്ണാണെന്ന് ഡയറക്റ്റായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ 50,000 അങ്ങോട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഡിവൈഡഡ് ബൈ 50,000. അപ്പം എന്ത് ചെയ്യുക, ഈ 4 0 ക്യാൻസലാക്കുക, എന്ത് ചെയ്യുക, ഈ 4 0 ക്യാൻസലാക്കുക. അപ്പോൾ എത്രയും 650 ആണോ, 650 ഡിവൈഡഡ് ബൈ 35. 5 നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് പോകുക. ഓക്കെ, 5 130 സീറോസും കട്ട് ചെയ്യാല്ലാണ്ടും പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ 65 ലക്ഷം 1 2 3 4 5 65 ലക്ഷം ഡിവൈഡ് ബൈ 50,000. 1 2 3 4 1 1 2 3 4 അപ്പോൾ 650. 1 2 ലക്ഷം 1 2 3 4. അപ്പോൾ നമ്മൾ എന്ത് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ 4 0 കൂടെ ക്യാൻസൽ ചെയ്തു. 650 ഡിവൈഡ് ബൈ 15 1 5 5 30 പെർ ടണ്ണാണ് കിട്ടുക. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എത്ര ടണ്ണാണ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്ത്, ഡയറക്റ്റ് കോസ്റ്റ് പ്രൈം കോസ്റ്റ് ഈക്വൽ ടോട്ടൽ ഡയറക്റ്റ് കോസ്റ്റ് ആണ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് ചെയ്തു. ഫാക്ടറി കോസ്റ്റിന്റെ ഫോർമുല ഫാക്ടറി കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. അടുത്ത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ചെയ്തു. ട്രാൻസ്പോർട്ട് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസ് എഴുതി. ടോട്ടൽ കോസ്റ്റ് കാണാനുള്ള ഫോർമുല എന്താ, ഫാക്ടറി കോസ്റ്റ് പ്ലസ് സെല്ലിംഗ് കോസ്റ്റ് ആണ്. കോസ്റ്റ് പെർ ടൺ അങ്ങനെ കാണുന്ന ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് എത്ര ടണ്ണാണ്. അടുത്തതാണ് എന്ത് ചെയ്യുക, ടോട്ടൽ റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ റവന്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ അറിയാം, സെല്ലിംഗ് പ്രൈസ് പെർ ടൺ ഇൻറ്റു ടോട്ടൽ ടൺ സോൾഡ് ആണ്. സെല്ലിംഗ് പ്രൈസ് പെർ ടൺ എത്ര തന്നിട്ടുണ്ട്, 1000 തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ നോക്കുക, സെല്ലിംഗ് പ്രൈസ് പെർ ടൺ 1000 തന്നിട്ടുണ്ട് അല്ലേ. 1000 ഇൻറ്റു എത്ര കിട്ടി, 15,000. ടോട്ടൽ ടണ്ണ് സോൾഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ എത്ര പറഞ്ഞിട്ടുണ്ട്, 50,000 ടണ്ണാണ് സോൾഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, 1000 ഇൻറ്റു 50,000 ചെയ്തു. അപ്പോൾ എത്ര കിട്ടുക, എത്ര നോക്കുക. ഓക്കെ, 50,000 ഇൻറ്റു 1000 ചെയ്യാം. അടുത്ത കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് പറഞ്ഞു. പ്രോഫിറ്റ് ഓർ ലോസ് ഈക്വൽ ടു എന്താ ഫോർമുല, ടോട്ടൽ റവന്യൂവിൽ നിന്നും എന്ത് ചെയ്യുക, ടോട്ടൽ കോസ്റ്റ് ലെസ് ചെയ്യുക. ടോട്ടൽ റവന്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ്. അതിപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ കോസ്റ്റ് 65 ലാക്ക് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. ഓക്കെ, കാരണം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് 65 ലാക്ക് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടോട്ടൽ റവന്യൂ കാണാനുള്ള ഫോർമുലയാണ് എന്തെന്ന് പറയുന്നത്, സെല്ലിംഗ് പ്രൈസ് പെർ ടൺ ഇൻറ്റു ടോട്ടൽ ടൺ സോൾഡ് ചെയ്തത്. ഇനി പ്രോഫിറ്റ് ഓർ ലോസ് കാണാനുള്ള ഫോർമുലയാണ് ടോട്ടൽ റവന്യൂ എന്ത് ചെയ്യുക, ടോട്ടൽ കോസ്റ്റ് ലെസ് ചെയ്യുക. ശരിയാ, ഇപ്പോൾ XYZ എന്ന് പറയുമ്പോൾ എത്ര വരുന്നുണ്ട്, ലോസ് വരുന്നിട്ട് 15 ലക്ഷം ലോസാണ് എന്നിട്ട് വരുന്നത്. ഓക്കെ, പ്രോഫിറ്റ് പെർ ടണ്ണ് നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്താ, ടോട്ടൽ പ്രോഫിറ്റ് ഓർ ലോസ് ബൈ ടോട്ടൽ ടണ്ണ്. ഇപ്പോൾ 15 ലക്ഷത്തിന് 50,000 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നറിയാം, സീറോസ് ഫുള്ളും ക്യാൻസൽ ചെയ്യുക. 4 സീറോസ് ക്യാൻസൽ അപ്പോൾ 30 പെർ ടൺ. ഓക്കെ, സോ ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് 30 പെർ ടൺ എന്ന് പറയുന്നത് അവർക്ക് ലോസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, ഇവിടെ ക്വസ്റ്റ്യൻ്റെ 65 ലക്ഷമാണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതെടുത്ത് എഴുതി, 65 ലാക്ക് എഴുതി. ടോട്ടൽ റവന്യൂ എന്ന് പറയുമ്പോൾ എത്രയാണ്, ഇത്ര നമുക്ക് കിട്ടിയത് എടുത്ത് എഴുതുക. ടോട്ടൽ റവന്യൂ എത്രയാണ് വന്നിരിക്കുന്നത്, സെല്ലിംഗ് പ്രൈസ് പെർ ടണ്ണ് ടോട്ടൽ ടൺ സോൾഡ് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തത്. അതേപോലെ ടോട്ടൽ റവന്യൂ. അടുത്തത് ലോസ് എത്ര വരുന്നത്, 15 ലക്ഷം. ഇപ്പോൾ ലോസ് പെർ ടൺ 30 പെർ ടൺ. ഓക്കെ ഓക്കെ അപ്പോൾ ക്ലിയർ ആയോ. രണ്ടാമത്തെ സമ്മ് ചെയ്ത് നോക്കിയാൽ മതി, പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. രണ്ടാമത്തെ സമ്മിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തതേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ പ്രൈം കോസ്റ്റ് കണ്ടു, ഡയറക്റ്റ് കോസ്റ്റ് എല്ലാം പ്രൈം കോസ്റ്റിന്റെ ടോട്ടലാണ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് എല്ലാം എഴുതി. ഫാക്ടറി കോസ്റ്റ് ഈക്വൽ ടു ഫോർമുല പ്രൈം കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. പിന്നെ അടുത്ത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എഴുതി. പിന്നെ ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു ഫാക്ടറി കോസ്റ്റ് പ്ലസ് സെല്ലിംഗ് കോസ്റ്റ് ആണ്. പിന്നെ കോസ്റ്റ് പെർ ടൺ കാണാൻ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് 50,000 ടൺ ചെയ്തു. പിന്നെ ടോട്ടൽ റവന്യൂ കാണാനുള്ള ഫോർമുല സെല്ലിംഗ് പ്രൈസ് പെർ ടണ്ണിന്റെ ടോട്ടൽ ടൺ സോൾഡ് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ പ്രോഫിറ്റ് ഓർ ലോസ് ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റ് ലെസ് ചെയ്തു.
അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 50 ലക്ഷത്തിൽ നിന്നാണ് 65 ലക്ഷം ലെസ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ലോസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സീറോസ് ഒന്ന് കറക്റ്റ് ചെയ്യുക. 50 ലക്ഷം എന്നാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, 2 3 4 5 6 പൂജ്യമാണ് നമ്മൾ ഇടേണ്ടത്. ഇവിടെ നമ്മൾ 2 4 5 6 7 8 എഴുതിയിട്ടുണ്ട്, ആവശ്യമില്ല. ഓക്കെ, 4 3 7 പൂജ്യമാണ് നമ്മൾ ഇട്ടാൽ മതി. 1 2 3 4 5 3 5 6 7 പൂജ്യമാണ് ഇടേണ്ടത്. 5 അത് നമ്മൾ ലെസ് ചെയ്തു. പിന്നെ അതിനുശേഷം പ്രോഫിറ്റ് പെർ ടൺ കാണാനുള്ള ഫോർമുല ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൺ ചെയ്തു. അതിനുശേഷം വാല്യൂ നെഗറ്റീവ് എത്ര ലോസ് വന്ന് നോക്കുക. അടുത്താണ് പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് മൈനിങ് കമ്പനി എന്താണ്. ഇപ്പം എന്താണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് മൈനിങ് കമ്പനി എന്ന് പറയുമ്പോൾ തന്നെ എന്താ, എക്സ്ട്രാക്ട് ചെയ്യുക, സെല്ല് ചെയ്യുക മിനറൽസ്. ഓക്കെ, അടുത്താണ് ഒപ്പം തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് വരിക കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡയറക്റ്റ് കോസ്റ്റ് ഇൻ മൈനിങ് കമ്പനി. മൈനിങ് കമ്പനിയിൽ വരാത്ത ഡയറക്റ്റ് കോസ്റ്റ് എന്താണ്? ഡയറക്റ്റ് ലേബർ, ഫ്യൂവൽ, ഓവർ ബെഡ് റിമൂവൽ, ഓഫീസ് റെന്റ് എന്ന് പറയുമ്പോൾ എന്തായാലും വരികയില്ല. ഓക്കെ, അതെന്താണ്? അത് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്, ഡയറക്റ്റ് കോസ്റ്റ് അല്ല. അടുത്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോസ്റ്റ് ഈസ് കൺസിഡർഡ് പാർട്ട് ഓഫ് ദ പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റിന്റെ പാർട്ട് എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്രൈം കോസ്റ്റിന്റെ പാർട്ട്. ഓക്കെ, കാരണം ഇതൊക്കെ എന്താ വേറെ രണ്ട് പാർട്ടാണ് വരിക അല്ലേ. അടുത്തതാണ് വാട്ട് ഈസ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് റോ മെറ്റീരിയൽസ്. നമുക്കറിയാം വൃത്തിയായിട്ട് എന്താ, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോസ്റ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഫാക്ടറി കോസ്റ്റ് ഫോർ എ മൈനിങ് കമ്പനി. ഇതിൽ കോസ്റ്റ് വന്നിട്ട് ഫാക്ടറി കോസ്റ്റ് ഫോർ മൈനിങ് കമ്പനിയുടെ ഏതാണ് ഇൻക്ലൂഡ് ചെയ്യുക? ഫാക്ടറി കോസ്റ്റ് പറയുമ്പോൾ നമുക്കറിയാം വൃത്തിയായിട്ട് എന്താ ഇൻക്ലൂഡ് ആവുക, അതായത് ഡിപ്രീസിയേഷൻ ആണ് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ എന്താ ആൻസർ? ബി ആണ്. അത് ഇൻഡയറക്റ്റ് ഫാക്ടറി കോസ്റ്റ് ആണ്. ശരിയാ. ഇനി അടുത്തതാണ് കോസ്റ്റ് ഇൻകേർഡ് ഫോർ റിമൂവിങ് സോയിൽ ഓൺ റോക്സ് ടു ആക്സസ് മിനറൽസ്. കോസ്റ്റ് എത്രയാണ് ഇൻകർ ചെയ്യുന്നത് സോയിൽ റിമൂവ് ചെയ്യാനും മിനറൽസ് ആക്സസ് ചെയ്യാനും? ഇപ്പോൾ നമുക്കറിയാം എന്താ കോസ്റ്റ് എത്ര റിമൂവൽ, ഓവർ ബെഡ് റിമൂവൽ കോസ്റ്റ് ആണ്. കോസ്റ്റ് ഇൻകേർഡ് ഓവർ ബെഡ് റിമൂവൽ കോസ്റ്റ് പറഞ്ഞാൽ എന്താ, എത്ര കോസ്റ്റാണ് ഇൻകർ ചെയ്യുന്നത് ഇത് റിമൂവ് ചെയ്യാൻ, ഈ സോയിൽ റോക്കൊക്കെ മിനറൽസ് ആക്സസ് ചെയ്യാൻ, അതാണ് ഓവർ ബെഡ് റിമൂവൽ കോസ്റ്റ്. അടുത്താണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് വന്നിട്ട് എന്താ ഇൻക്ലൂഡ് ആവുക? സെല്ലിംഗ് ആണ് എന്ത് ചെയ്യുക, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മിനറൽസ് ആണ് എന്ത് ഇൻക്ലൂഡ് ചെയ്യുക. മൈനിങ് റോയൽറ്റീസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, വേജസ് അല്ലാതെ പർച്ചേസ് അതിൻ്റെ വരിക. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആണ് വരിക, ഓപ്ഷൻ എ. അടുത്തതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ഇൻ മൈനിങ് കമ്പനി. ഇതിൽ ഏതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ആയിട്ട് കൺസിഡർ ചെയ്യുക മൈനിങ് കമ്പനിയിലാണ്? അപ്പോൾ ഇത് അഡ്മിനിസ്ട്രേറ്റീവ് പറയുമ്പോൾ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് പറയുമ്പോൾ തന്നെ ആലോചിക്കുക സാലറി ആണ്. സാലറി ഫാക്കൽറ്റീസിനേക്കാൾ അത് ഇൻഡയറക്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ആണ്. അടുത്തതാണ് ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, മൈനിങ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് 10,000 ടൺ ആണ് കോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടോട്ടൽ കോസ്റ്റ് ഇവിടെ 50 ലക്ഷം നിന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കോസ്റ്റ് പെട്ടാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകം അറിയാം എന്താണ് 50 ലക്ഷത്തിൽ നിന്ന് എന്ത് ചെയ്യണം, ഈ 10,000 വന്ന് ഡിവൈഡ് ചെയ്യണം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കോസ്റ്റ് പെർ ടൺ ഈക്വൽ ടു ഫോർമുല എന്താ, ടോട്ടൽ കോസ്റ്റ് ബൈ ടോട്ടൽ ടൺ പ്രൊഡ്യൂസർ ആണ്. അപ്പോൾ 50 ലക്ഷം ബൈ 10 ലക്ഷം. ഈ 4 0 ഡിവൈഡ് ചെയ്ത് 4 0 ഡിവൈഡ് ചെയ്തു. മനസ്സിലായ? 4 0 കട്ട് ചെയ്ത് 1 2 3 4 കട്ട് ചെയ്തപ്പോൾ എത്രയാണ്? 500. ശരി, അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ എ 500. അടുത്തതാണ് എന്ത്, അടുത്ത് പറഞ്ഞിട്ടുള്ളത് സെല്ലിംഗ് പ്രൈസ് പെർ ടൺ പറയണത് 600 ആണ്, കോസ്റ്റ് പെർ ടൺ പറയണത് 500 ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ പ്രോഫിറ്റ് പെർ ടൺ? അപ്പോൾ നമുക്കറിയാം പ്രോഫിറ്റ് പെർ ടൺ ഈക്വൽ എന്താ ഫോർമുല, സെല്ലിംഗ് പ്രൈസിൽ നിന്നും എന്ത് ചെയ്യുക, ഈ കോസ്റ്റ് പെർ ടൺ വന്നിട്ട് മൈനസ് ചെയ്യുക. അപ്പോൾ 600 എന്ത് ചെയ്ത് നമ്മൾ 500 ലെസ് ചെയ്തപ്പോൾ 100 കിട്ടി. ഓക്കെ, അതായത് സെല്ലിംഗ് പ്രൈസ് പെർ ടൺ എന്ന് പറയുന്നത് 600 തന്നിട്ടുണ്ട്, കോസ്റ്റ് പെർ ടൺ പറയുന്നത് 500 ആണ്. അപ്പോൾ എത്രയാണ് വരിക എന്ന് ചോദിച്ചിരിക്കണം. അപ്പോൾ 600 നമ്മൾ എന്ത് ചെയ്തു, 500 ലെസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്നെടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്, ഇന്നെടുത്ത ക്ലാസ് എന്ന് പറയുന്നത് കോസ്റ്റ് ബുക്ക്, അതിൻ്റെ മീനിങ്, ഫീച്ചേഴ്സ്, 2 സംസ്. അടുത്തത് മൈനിങ് കമ്പനി ആൻഡ് ഇറ്റ്സ് പ്രിപ്പറേഷൻ്റെ മീനിങ്, ഫീച്ചേഴ്സ്, 2 സമ്മ്. കോസ്റ്റ് ബുക്കിൻ്റെ 10 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, മൈനിങ് കമ്പനി 10 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്. ഇന്ന് അതാണ് വർക്കൗട്ട് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സുനിൽ, പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി പറയാമോ? ശ്രീരാഗ്, പ്രോഫിറ്റ് അല്ലേ മാം, പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി പറയാം. പറയാം സുനിൽ. പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് നമ്മളുടെ കാൽക്കുലേഷൻ പ്രകാരം ശരിക്കും നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ട കേസാണ്. ഇതിലിപ്പോൾ എന്താ നമുക്ക് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ടോട്ടൽ റവന്യൂ ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് പെർ ടൺ ഈക്വൽ ടു ടോട്ടൽ ടൺ സോൾഡ് ആണ്.
അപ്പോൾ ടോട്ടൽ ടൺ സോൾഡ് എന്ന് പറയുമ്പോൾ ഇവിടെ വൃത്തിയായി തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് പെർ ടൺ എന്ന് പറയുമ്പോൾ എത്ര വരും എന്ന് വെച്ചാൽ കമ്പനി സെല് ചെയ്യണത് 1000 പെർ ടൺ ആണ്. 50,000 ടൺ പെർ മന്ത് ആണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ 50,000 ഇൻറ്റു 1000 ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 50,000 ഇൻറ്റു 1000 പറയുമ്പോൾ എന്താ ചെയ്യുക? ഇപ്പോൾ എത്രയുണ്ട്? 4070 അല്ലേ? അപ്പോൾ 1 2 3 4 5 2 3 4 5 6. അപ്പോൾ മൊത്തം എത്രയാണ്? 7 പൂജ്യമാണ് വരിക. മനസ്സിലായോ? 2 4 4 3 7. കാരണം ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് 1000 ഇൻറ്റു 50,000 ആണ് തന്നിരിക്കുന്നത്. മൊത്തം എത്ര? 4 4 7 സീറോസ് എഴുതണം. ഇവിടെ നമുക്ക് കിട്ടിയത് 3 5 5 3 8. അപ്പോൾ ഇത് മാറ്റിയിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അതാണ് ഞാൻ ചെയ്ത് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഓർ ലോസിൽ ടോട്ടൽ റവന്യൂന്ന് ടോട്ടൽ കോസ്റ്റ് നമ്മൾ ലെസ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്ര തന്നിട്ടുണ്ട്? അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതെടുത്ത് എഴുതുക. അതേ മൈനസ് 65 ലക്ഷമാണ് ടോട്ടൽ കോസ്റ്റ് എത്രയാണ് വന്നിരിക്കുന്നത് നോക്കുക. ടോട്ടൽ കോസ്റ്റ് ഫാക്ടറി കോസ്റ്റ് സെല്ലിംഗ് കോസ്റ്റും കൂടെ ആഡ് ചെയ്യുക. 59 ലക്ഷം 6 ലക്ഷം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരിക? 65 ലക്ഷമാണ് വരിക. അപ്പോൾ എന്ത് ചെയ്യുക? 65 ലക്ഷം നമ്മൾ എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ തന്നിരിക്കുന്ന വാല്യൂ നോക്കുമ്പോൾ നമുക്ക് ലോസ് വരും. പക്ഷെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്ത് വരില്ല? നമുക്ക് ലോസ് വരില്ല, പ്രോഫിറ്റ് ആണ് വരിക. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇതേ ഫോർമുലയിൽ തന്നെ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കറക്റ്റായി കിട്ടും. ഇതിൻ്റെ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് 65 ലക്ഷം ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരില്ല? ലോസ് വരില്ല, പ്രോഫിറ്റ് ആണ് വരിക. അത് ഞാൻ പറഞ്ഞാൽ ചെയ്താൽ കറക്റ്റായി കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ പ്രോഫിറ്റ് ഇപ്പോൾ നമുക്ക് നെഗറ്റീവ് വന്നാൽ അവിടെ ലോസ് വരും. പ്രോഫിറ്റ് നെഗറ്റീവ് വന്നില്ലെങ്കിൽ എന്താണ്? അത് പ്രോഫിറ്റ് ആണ് വരിക. ഇപ്പോൾ പ്രോഫിറ്റ് പെർ ടൺ ഇപ്പോൾ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം? പ്രോഫിറ്റ് വന്നാൽ ടോട്ടൽ പ്രോഫിറ്റ് ഓർ ലോസ് ബൈ ടോട്ടൽ ടൺ സോൾഡ് പറയും 15 ലക്ഷം ബൈ 50,000 നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ നെഗറ്റീവ് വരില്ല, പോസിറ്റീവ് മാത്രമേ വരൂ. മനസ്സിലായോ? ഇവിടെ ലോസ് എന്നുള്ളത് പ്രോഫിറ്റ് ആകും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ. അപ്പോൾ ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ റവന്യൂ, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. 1 2 3 4 5 6 കൂടെ വരും ടോട്ടൽ റവന്യൂ. അതേപോലെ തന്നെ ലോസ് എന്നുള്ളത് ഇവിടെ എന്താവും? പ്രോഫിറ്റ് ആകും. ഇവിടെ ലോസ് എന്നുള്ളത് എന്താവും? പ്രോഫിറ്റ് പെർ ടൺ ആകും. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ലോസ് സംഭവിച്ചു പറഞ്ഞാൽ എങ്ങനെ എഴുതുക, പ്രോഫിറ്റ് സംഭവിച്ചു പറഞ്ഞാൽ എങ്ങനെ എഴുതുക, അത്രയേ ഉള്ളൂ. അതാണ് എടുക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞു സീറോസിൻ്റെ ഇത് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്ത് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ചെയ്താൽ മതി. ഇതേ ഫോർമുലയിൽ ഇട്ടിട്ട് അത്രയേ ഉള്ളൂ. അതെ, ശ്രീരാഗ് പ്രോഫിറ്റ് ആണ്. ആ ലോസ് ഉള്ളത് മാറ്റിയാൽ മതി. ഇപ്പൊ സുനിലിനും ശ്രീരാഗിനും റെഡി ആയോ? ഞാനിപ്പോൾ അത് പറഞ്ഞത് ലോസ് വന്നാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, പ്രോഫിറ്റ് വന്നു കഴിഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യണം, അത്രേ ഉള്ളൂ. റെഡി ആയോ ശ്രീരാഗും സുനിലും? ഓക്കെ ശ്രീരാഗ്. സുനിലിനോ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ കോസ്റ്റ് ബുക്കും മൈനിങ്ങും ക്ലിയർ ആയോ? നന്നായി ഒന്ന് വർക്കൗട്ട് ചെയ്യണേ. പ്രോബ്ലംസ് ഫുള്ളായിട്ട് അപ് ടു ഡേറ്റ് ആയി പഠിച്ചു പോകുക. അതേപോലെ പഠിക്കുന്ന സമയത്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക. ഓക്കെ. അപ്പോൾ സ്പീഡപ്പ് കിട്ടും ഡെയിലി പഠിച്ചു പോയി കഴിഞ്ഞാൽ. ഇനി മെയ് 10th എക്സാം, അതുകൊണ്ട് പെട്ടെന്ന് സ്പീഡപ്പ് ചെയ്യുക. അത് മാർച്ച് ഇപ്പം മിഡിലായി. ഓക്കെ, നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്യുക കേട്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ? സോ അപ്പോൾ പറഞ്ഞത് മറക്കണ്ട. ഇപ്പം നമ്മുടെ സീറോസ് ഇപ്പോൾ എക്സ്ട്രാ വന്നതുകൊണ്ട് പിന്നെ മൈനസ് വന്നു കഴിഞ്ഞാലാണ് ആ ലോസ് ഫോളോ ചെയ്യേണ്ടത്. പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രോഫിറ്റ് ആണെന്ന് ഫോളോ ചെയ്താൽ മതി. ലോസിൻ്റെ അവിടെയൊക്കെ പ്രോഫിറ്റ് ആകും, നെഗറ്റീവ് പോയിട്ട് അവിടെ പോസിറ്റീവ് നമ്പർ ആകും. അത്രയേ ഉള്ളൂ വ്യത്യാസം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, താങ്ക് യു ആൾ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കണേ. ഓക്കെ ദിവ്യ.
നാളെ കറക്റ്റ് ടൈമിൽ തന്നെ ഒന്ന് ക്ലാസ്സിൽ കയറൂട്ടോ എല്ലാവരും. ഓക്കെ സുനിൽ. ഓക്കെ ദേവിക, ശ്രീരാഗ്, സുനിലൊക്കെ നേരത്തെ വരൂ കേട്ടോ എല്ലാവരും. ഓക്കെ താങ്ക് യു. ഓക്കെ ശ്രീരാഗ്.